Praise Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रियजनों को प्रेम का वंदना. ഒരു ദിവസം കൂടി നമുക്ക് കർത്താവിനോട് അടുക്കുവാൻ കർത്താവ് സഹായിച്ചു. प्रभु ने हमको और एक दिन दिया है प्रभु का निकट आने के लिए. കർത്താവിനോട് അടുക്കുക എന്ന് പറയുന്നത് തന്നെ എത്ര വലിയ ഭാഗ്യകരമായ അവസ്ഥയാണ്. प्रभु का निकट आना ही कितना भाग्य अवस्था है. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ अगर प्रभु ने हमको चुना नहीं होता നമുക്കൊരിക്കലും കർത്താവിനോട് അടുക്കാൻ കഴിയില്ല. तो हमको कभी भी परमेश्वर का निकट पहुंच नहीं सकता था. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നത് എത്രയും നല്ലത് എന്നുള്ള ആ ഒരു ബോധം നമ്മളെ ഭരിക്കണം. इसके लिए हमें हमारे विषय में परमेश्वर का निकट हम कितना है वो ये बात को हमें हमेशा याद रखना है. നമുക്ക് എത്രമാത്രം കർത്താവിനോട് അടുത്തിരിക്കുന്നതിൽ എത്രമാത്രം സന്തോഷമുണ്ട്. हमें प्रभु का निकट इस तरह उपस्थिति में बैठते समय में हमको कितना आनंद मिलता है. ദൈവസന്നിധിയുടെ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? परमेश्वर का उपस्थिति का वो आनंद को हम महसूस कर पा रहे हैं क्या? ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നതിനേക്കാൾ സന്തോഷമുള്ള മറ്റൊരു കാര്യമില്ല. एक भक्त को इस तरह परमेश्वर के निकट में उपस्थिति में बना रहना इससे बड़ा आनंद और कुछ भी नहीं है. നമുക്കറിയാം 73-ാം സങ്കീർത്തനത്തില് ആസാവ് പറയുന്നത് എന്താണ്? 73 भजन संगीता में आसाफ क्या कहता है? 73-ന്റെ 28-ാം വാക്യം. 73 का 28. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. हाँ, वो मेरे लिए भला है कि मैं परमेश्वर के निकट हूँ. അപ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണെന്ന് പറയുവാൻ ഇന്നത്തെ ദിവസവും നമുക്കിടയാകട്ടെ. तो इसके लिए आज का दिन भी हे प्रभु मैं आपके निकट को रहते समय में वो मेरे लिए भला की बात है. इस तरह का गवाही देने के लिए प्रभु आपको सहायता करे. ഈ തലമുറയിൽ കർത്താവിന് നമ്മളെ ബോധിച്ചു അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെ എത്ര വലിയ കാര്യമാണ്. इस पीढ़ी में प्रभु ने हमें भाया, हमें परमेश्वर ने आपको पसंद किया और उन्होंने चुना है बोलना ही कितना बड़ी बात है. കർത്താവിന് തിരഞ്ഞെടുത്ത അല്ലെ കർത്താവിന് ബോധിച്ചവരെയാണ് കർത്താവ് വിളിച്ചത്. प्रभु को जिन जिन लोगों से बोध्य हुआ उन्हीं लोगों को उन्होंने बुलाया. നമ്മുടെ കഴിഞ്ഞ ദിവസം മർക്കോസ് 3:13-14 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. कई दिनों में हम लोग मरकोस का सुसमाचार उसका 3रा अध्याय 13-14 में हमने पढ़े थे. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. इसलिए मैं वो वाक्य बार बार नहीं लेना चाहता. എന്നാൽ അവരെ വിളിച്ച് തന്നോടുകൂടി ഇരിക്കണം, തന്നോടുകൂടി ഇരുന്നിട്ട് തന്നിൽ നിന്ന് കേട്ടിട്ട് അവര് പോയി ഇത് അറിയിക്കണം. ഇത് കർത്താവിന്റെ വലിയ ആഗ്രഹം. तो प्रभु का सबसे बड़ा आग्रह क्या था? जब वो चेले को जो बोध हुआ चेले को अपना निकट बुलाते समय में अपने उसको उद्देश्य क्या था कि वो लोग आए प्रभु के पास बैठे वचन सुने और फिर वो जाए. ദൈവത്തോടു കൂടി ഇരിക്കുന്ന അനുഭവം എത്ര ശ്രേഷ്ഠമാണ്. इसलिए प्रभु के साथ बैठना कितना श्रेष्ठ अनुभव है. നമുക്കറിയാം മറുമലയില് ആ കർത്താവിന്റെ മഹത്വം ദർശിച്ചപ്പോൾ പത്രോസ് പറയാണ് നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. हम लोग देखते हैं कि वो रूपांतर पर्वत पे जब पत्रोस ने प्रभु को रूपांतर होते हुए देखा तो वो क्या कहता है? प्रभु हम इधर ही बैठना अच्छा रहेगा. അപ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യബോധം അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ജനിപ്പിക്കുക. तो वो प्रभु का उस तरह की उपस्थिति को देखकर हम उधर ही बैठ जाए, प्रभु के उपस्थिति में ही बने रहे का अवस्था हमारे अंदर उत्पन्न होता है. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ടോ? क्या हमें भी इस तरह का आनंद होता है क्या? നമുക്ക് എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കണം, ആ കർത്താവിന്റെ കൂട്ടായ്മ ആസ്വദിക്കണം എന്നുള്ള ആ ഒരു വലിയ വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടോ? क्या आज भी हमें प्रभु में बसा रहना, उनके साथ संगति करना, इस तरह का आग्रह हमें आता है क्या? ഈ തലമുറയിൽ നമ്മൾ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടോ? क्या इस पीढ़ी में प्रभु ने आपको चुना है करके क्या ये बोध हमको है क्या? നമ്മള് 2 പത്രോസ് 1:16 വായിക്കുന്നത് दूसरा पत्रोस 1:10 पहला पत्रोस 1:10 में पहला पत्रोस 1:10. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. അത് 2 പത്രോസ് അല്ലേ? 2 പത്രോസ് दूसरा पत्रोस 1:10. इस कारण ये भाइयों अपने बुलाए जाने और चुन लिए जाने को सिद्ध करने का भली भांति यत्न करते जाओ. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ ഉറപ്പാക്കണം. इसलिए हमें हमारा जो चुनावट है उसको हमें पक्का करना है. നമ്മുടെ വിളിയെ കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം. हमारा जो बुलावट है उसके बारे में बोधपूर्व रहना है. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിനെ സേവിക്കാൻ കഴിയൂ. तो ही हमें प्रभु जिस माप में उद्देश्य रखता है उसी माप और उद्देश्य में हम सेवा कर पाएंगे. ഇവളൊരു ദൈവം നമ്മളെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ अगर प्रियो अगर प्रभु या परमेश्वर अगर हमको चुनता नहीं था तो വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. क्योंकि बुलाए हुए तो बहुत सारे हैं लेकिन चुने हुए बहुत ही कम है. അപ്പോൾ ആ ചുരുക്കം പേരിൽ ഞാൻ ആയിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം നമുക്ക് എത്രമാത്രം സന്തോഷം പ്രദാനം ചെയ്യും. तो उस चुने हुए लोगों में जो कुछ लोग हैं उसमें मैं भागीदार हूँ, मुझे प्रभु ने उस पर रखा है बोलना, वो मुझे कितना बड़ा आश्वासन और आनंद देता है. നമുക്ക് ആർക്കും യാദൃച്ഛികമായി ദൈവത്തോട് അടുക്കാൻ കഴിയില്ല. हम लोग को कोई भी इत्तेफाक से प्रभु के
उपस्थिति में आ नहीं सकता। നമുക്കറിയാം യിരെമ്യാ പ്രവചനം അതിന്റെ 30-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ जरबाया 30 का 21 पे आप पढ़ते हैं, അതിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത് ഞാൻ അവനെ അടുപ്പിക്കും അവൻ എന്നോട് അടുക്കും അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവനാർ. हाँ, तो उधर उसका बी पार्ट में या आधा भाग के बाद देखते कि मैं ऐसा करूंगा कि वो मेरे निकट आए. वहां से पढ़ना, मैं उसे अपने निकट बुलाऊंगा हाँ, और वह मेरे समीप आ भी जाएगा. हाँ, बस. അപ്പോൾ ഹല്ലേലൂയ, ദൈവം അടുപ്പിക്കാതെ ആർക്കും ദൈവത്തോട് അടുക്കാൻ കഴിയില്ല. तो जब तक प्रभु किसी को निकट पहुंचाता नहीं, कोई प्रभु के समीप नहीं आ सकता. അപ്പോൾ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയുന്നത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന്റെ ഒരു തെളിവാണ്. तो हम प्रभु के समीप अगर आप जा पा रहे हैं, उसका मतलब यही है कि प्रभु ने हमको चुना है. അതേ കാര്യം തന്നെ നമ്മൾ സംഖ്യാപുസ്തകം 16-ാം അധ്യായം 5-ാം വാക്യത്തിന് ബി പാട്ടിൽ വായിക്കുന്നത്, गणना 16 का बी पार्ट में भी, नंबर्स 16 का 5, അതിന്റെ അവസാന ഭാഗം, उसका आखिरी भाग में, താൻ തിരഞ്ഞെടുത്തവനെ തന്നോട് അടുക്കുമാറാക്കും എന്ന് അതിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്. आखिरी भाग पढ़ेंगे, जिसको वो आप चुन लेगा उसी को अपने समीप बुला भी लेगा. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം തിരഞ്ഞെടുത്തവനെ മാത്രമേ ദൈവം തന്നോട് അടുക്കുമാറാക്കുകയുള്ളൂ. तो जो जिसको परमेश्वर खुद चुनता है, आप चुनता है, वही प्रभु का निकट आ सकता है, समीप आ सकता है. അപ്പോൾ എല്ലാവർക്കും, വിളിയുള്ള എല്ലാവർക്കും പോലും ദൈവം അടുക്കാൻ കഴിയില്ല. यानी कि बुलाए हुए सभी लोग को भी प्रभु का निकट आने नहीं हो पाएगा. ദൈവത്തിന് അടുത്ത് വരുവാൻ ദൈവത്തിന്റെ പെർമിഷൻ വേണം. क्योंकि प्रभु के निकट आने के लिए उनका अनुमति चाहिए. നമ്മള് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ, एक्सोडस का पुस्तक उसका 24 का 1 और 2, നിർഗമൻ 24-1 അവൻ പിന്നെയും മോശയോട്, നീയും അവരോനും നാദാബും അഹിബുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിപ്പിൻ. ദൂരത്ത് നിന്ന് അവരെല്ലാം നമസ്കരിക്കണം. എന്നിട്ട് പറയാണ്, മോശയെ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ, അവർ അടുത്ത് വരരുത്, ജനം അവനോടുകൂടെ കയറി വരികയും അരുത്. മോശ മാത്രം അടുത്ത് വരാം. पढ़ेंगे 24 का 1 और 2. फिर उसने मूसा से कहा, तू हारून, नादाब, अबीहू और इस्राएलियों के 70 पुरनियों समेत यहोवा के पास ऊपर आकर दूर से दंडवत करना. हाँ. केवल मूसा यहोवा के समीप आए, परंतु वे समीप न आए और दूसरे लोग उसके संग ऊपर न आए. देखो, सिर्फ मूसा को अनुमति दिया निकट आने के लिए. सब लोग बाकी लोगों को दूर से दंडवत करने बोल रहे हैं, लेकिन मूसा को खास परमिशन मिला प्रभु के पास आकर रहने के लिए. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് അടുക്കുന്നത് എത്ര ഭാഗ്യ പദവിയാണ്. इसलिए प्रभु के समीप रहना कितना भाग्य पदवी है. നമ്മൾ ആരെങ്കിലും കർത്താവിന്റെ അടുത്തത് നമ്മുടെ കഴിവുകൊണ്ടാണോ? हम लोग कोई भी प्रभु के समीप पहुंचा है हमारा काबिलता की वजह से है क्या? നമ്മുടെ മിടുക്കലോ ആണോ? हमारा चतुराई की वजह से है क्या? അല്ല പ്രിയമുള്ളവരെ, कभी नहीं. ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചു. प्रभु का अनुग्रह हमको मिला. ദൈവം നമ്മളോട് തന്നെ നമ്മെ തന്നോട് അടുക്കുമാറാക്കി. प्रभु ने हमें अपने पास आने के लिए उस तरह का अवस्था हमारे अंदर लाया. ഓ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരല്ലേ. हम लोग कितना भाग्यशाली लोग हैं. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. हमें अपने आप को परखे. ഞാൻ കർത്താവിനോട് അടുക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ സ്നേഹിച്ചു. क्या मैं प्रभु के निकट पहुंच जाने के लिए प्रभु ने मुझसे प्रेम किया. നമുക്കറിയാം, കർത്താവ് തന്നെ പറഞ്ഞ ശബ്ദത്തില് കർത്താവ് തന്നെ പറഞ്ഞ എന്താ അറിയോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യം, യോഹന്നാൻ 6 का 44 में, जॉन 6:44 में प्रभु स्वयं कहता है वहां पर, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. पढ़ेंगे, कोई मेरे पास नहीं आ सकता जब तक पिता जिसने मुझे भेजा है उसे खींच न ले. അപ്പോൾ പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ കഴിയും. जब तक पिता कोई आकर्षण नहीं कर सकता या फिर खींच नहीं लेता, कोई भी प्रभु के निकट नहीं आ सकता. ഈ വചനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിച്ച കൃപ എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് മനസ്സിലാവും. ये वचनों को जब हम पढ़ते समय में हमको मिला हुआ अनुग्रह कितना श्रेष्ठ है हमें मालूम पड़ता है. ഇന്ന് ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ട് എത്രയോ പേര് അതെല്ലാം നിലയിൽ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ദൈവത്തെ അറിയാനോ കണ്ടെത്താനോ ആ ദൈവികമായ ബന്ധത്തിലായി തീരാൻ കഴിഞ്ഞിട്ടില്ല. आज परमेश्वर को ढूंढने के लिए लोग क्या क्या करते हैं, क्या क्या मेहनत और कसरत करते हैं, लेकिन अभी भी वो लोग परमेश्वर को ढूंढ नहीं पाए. सच्चा परमेश्वर कौन है मालूम नहीं, और उनके साथ संगति करने का अवस्था उनको नहीं मिल पा रहा है. അനേക ലോകത്തിലെ അനേക മഹാന്മാരെന്ന് പറയുന്നവര് ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് കർത്താവിന് ലഭിച്ചില്ല. आज के बहुत दुनिया के बहुत महान लोग और जो महात्मा लोग हैं वो लोग परमेश्वर को खोजे हैं, लेकिन अभी तक नहीं पाए. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മൾ അന്വേഷിക്കാതെ തന്നെ കർത്താവ് നമ്മളെ തേടി വന്നു എന്നുള്ളത് എത്ര വലിയ ഭാഗ്യമാണ്. लेकिन हमारा भाग्य अवस्था देखो, हम तो परमेश्वर को खोजे भी नहीं, वो तो खुद हमें ढूंढते ढूंढते आया.
വളരെ വിലപ്പെട്ട കാര്യമാണ്. बहुत ही मूल्यवान बात है. നമുക്ക് ഈ സത്യം ദൈവം വെളിപ്പെടുത്തി തന്നല്ലോ. हमें यह सत्य प्रभु ने प्रकट करके दिया. നമുക്ക് ഇന്ന് ആ ദൈവത്തോട് യഥാർത്ഥമായും സ്നേഹമുണ്ടോ? क्या इसके लिए इस विषय पर क्या प्रभु को हमें वास्तव में हमसे प्रेम, हम प्रभु से प्रेम करते हैं क्या? നാം ദൈവത്തിന് അടുപ്പിക്കപ്പെട്ടെങ്കിൽ, अगर हम प्रभु के निकट लाए गए हैं तो ഇനി നമ്മൾ അകന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. अभी हम दूर ना जाए, ये बात को हमें संभालना है. പ്രൈസ് ദി ലോർഡ്. हमें കർത്താവിൽ നിന്നും നമുക്കറിയാം നമ്മളെ ദൈവത്തിന് അകറ്റുന്നത് പാപമാണ്. हम जानते हैं ना कि हमसे जो बात जो प्रभु से दूर करता है वो पाप है. അപ്പോൾ നമ്മൾ കർത്താവിനോട് അടുത്തു കഴിഞ്ഞാൽ, इसलिए एक बार प्रभु के निकट या समीप आने के बाद വീണ്ടും നമ്മൾ പാപത്തെ സ്നേഹിക്കാൻ പാടില്ല. दोबारा पाप से प्रेम नहीं करें. കർത്താവിനെ സ്നേഹിക്കുന്നവർ, जो प्रभु से प्रेम करता है, നമുക്കറിയാം 97:10 വായിക്കുന്നത്, साम्स 97 का 10 में हम पढ़ते हैं, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ, അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കുന്നു. हे यहोवा के प्रेमियों, बुराई से घृणा करो, वह अपने भक्तों के प्राणों की रक्षा करता और उन्हें दुष्टों से हाथ से बचाता है. എത്ര വലിയ കാര്യമല്ലേ? कितना बड़ी बात है ये. നമ്മൾ ചിന്തിക്കണം. हमें सोचना है इस विषय को. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, യഹോവയെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദോഷത്തെ വെറുക്കണം. अगर हम वास्तव में यहोवा से प्रेम करते हैं तो गलत चीजों से या नफरत बैरी की चीजों से हमें दूर रहना है. ഏത് നിലയിലുള്ള ദോഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിന് മൊത്തത്തിൽ പാപമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. तो कोई भी प्रकार का दोष जो या विरुद्ध की बातें हैं उसको एक पाप के रूप में देखना है. അപ്പോൾ എല്ലാ പാപത്തെയും നമ്മൾ വെറുക്കണം. सभी पापों को हमें नकारना है. കർത്താവിനോട് അടുക്കുന്തോറും ഒരു വിശുദ്ധനിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സവിശേഷതയാണ് അവൻ പാപത്തെ വെറുക്കും. क्योंकि प्रभु के मसीह के निकट आते समय में, सभी रहते समय में एक विश्वासी के अंदर एक खास गुण जो उत्पन्न होता है वो ये है कि वो पाप से नफरत करेगा. ഏതെങ്കിലും ഒരു തെറ്റിനെ ലാളിക്കുകയില്ല. वो कोई भी गलत चीज को जो परमेश्वर के नजर में गलत है उसको वो पसंद नहीं करेगा. അപ്പോൾ നമുക്ക് ദൈവഹിതത്തിന് പുറത്തുള്ള എല്ലാത്തെയും നമുക്ക് പാപമായിട്ട് കാണുവാൻ കഴിയണം. ആ പാപത്തെ എല്ലാം നമുക്ക് വെറുക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. इसलिए परमेश्वर के हृदय की इच्छा के खिलाफ जो भी बातें हैं वो सब बातों को हम पाप करके देखें और उससे दूर रहे, हम उसको नफरत करें. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന്? तो इसके लिए हम क्या पूर्ण हृदय से बोल पाएंगे क्या कि हे प्रभु मैं आपसे प्रेम करता हूँ? അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ പാപത്തെ വെറുക്കും. तो अगर हम प्रभु से अगर सच्ची में प्रेम करते हैं तो हम लोग पाप को नफरत करेंगे. അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. उस तरह का प्रेम प्रभु हमसे चाहता है. അപ്പോൾ നമ്മൾ സദൃശ്യവാക്യം 8:17 വായിക്കുന്നത് ഇങ്ങനെയാണ്. प्रोवर्ब्स का 3 वचन उसका 8 का 17, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. 8 का 17. हाँ. और जो मुझको यत्न से तड़के उठकर खोजता है वो मुझे पाता है. मैं जो मुझे प्यार करता है मैं उसको जो मुझसे प्रेम रखते हैं उनसे भी मैं प्रेम रखता हूँ. कोई है ना शुरुआत. तो നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. तो प्रभु वहां पर वाक्य शुरुआत से कहता है कि जो मुझसे प्रेम करता है मैं उससे प्रेम करूंगा. അതാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? तो इसके लिए क्या हम प्रभु से प्रेम करते हैं क्या? രാവിലെ എഴുന്നേറ്റ് ആത്മാവിന്റെ എക്സസൈസ് ചെയ്തോ? क्या आज सुबह उठकर आत्मा का एक्सरसाइज व्यायाम किया क्या? നമുക്ക് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പറയാൻ കഴിഞ്ഞോ? क्या हम आत्मा पूर्वक प्रभु से बोल पाए क्या? കർത്താവായ യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിഞ്ഞോ? हे प्रभु यीशु मसीह मैं आपसे प्रेम करता हूँ करके क्या बोल पाए क्या? അങ്ങനെ പറയാൻ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. इस तरह का बोलने का योग्यता या फिर धैर्य हमें होना चाहिए. നമ്മൾ കർത്താവിന്റെ വഴിയിലാണെങ്കിൽ, നമ്മൾ കർത്താവിന്റെ കൂട്ടായ്മയിലാണെങ്കിൽ നമുക്ക് എപ്പോഴും ദൈവഹിതത്തിനുള്ളിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും. अगर हम प्रभु के रास्ते में है या प्रभु के संगति में हम बनते रह रहे या प्रभु का अनुभव में वास्तव में है तो हमें ये बात बोलने होगा. Praise the Lord. Praise the Lord. നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയണം. इसलिए हमें धैर्य से ये बात को बोलना है. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതിനു മുൻപ് പിന്നെ പത്രോസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ. हम जानते हैं ना प्रभु का स्वर्गारोहण होने से पहले प्रभु पत्रोस से कुछ बातें पूछता है. നമുക്കറിയാം അതിന്റെ യോഹന്നാൻ അതിന്റെ 21 അധ്യായത്തിന്റെ 15 വാക്യം. वो यूहन्ना का सुसमाचार उसका 21वां अध्याय उसका 15 वाक्य से हम पढ़ते हैं. അവിടെ വായിക്കുകയാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? तो वहाँ पर प्रभु पूछता है कि क्या तू मुझे इनसे ज्यादा मुझसे प्रेम करते हो क्या? അപ്പോൾ അതിന് പല വിധത്തിൽ ദൈവദാസന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. तो इस बात को अलग अलग अर्थों से व्याख्या दिया गया है. അവിടെ പല കാര്യങ്ങൾ കിടപ്പുണ്ട്, വലയുണ്ട്, മത്സ്യമുണ്ട്,
അവിടെ നിൽക്കുന്ന ശിഷ്യന്മാരുണ്ട്, ഇവരിലെല്ലാം अधिകമായി എന്നെ സ്നേഹിക്കുന്നുവോ? तो उधर एक छोटा सा जहाज है, वहां पर मच्छी का जाली है, मछलियां है, चेले है, क्या ये सब बातों से तू मुझसे ज्यादा प्रेम करता है क्या? ഇവരിലും ഒക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? इन सब बातों से या इन लोगों से क्या तू मुझसे ज्यादा प्रेम करते हो क्या? അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാത്തിലും അധികം നമ്മൾ കർത്താവിനെ സ്നേഹിക്കണമെന്ന്. प्रभु का आग्रह यही है कि सब बातों से और सभी चीजों से सबसे ज्यादा हम प्रभु से प्रेम करें. അങ്ങനെയുള്ളവരെയാണ് ദൈവം ദൗത്യം ഏൽപ്പിക്കുന്നത്. ऐसे लोगों को प्रभु जिम्मेदारी देता है. ഇന്നും അങ്ങനെയുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു. आज के पीढ़ी में भी प्रभु इस तरह के लोगों को ढूंढ रहा है, എല്ലാത്തിലും അധികം, सबसे ज्यादा. അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് ഒരു യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ കഴിയും. जो उस रीति से प्रेम कर सकता है वो एक सच्चा चेला बन सकता है. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കണം. इसलिए आओ अब अपने आप को परखें. വാസ്തവമായും ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണോ? क्या वास्तव में प्रभु ने मुझे चुना है क्या? ഞാൻ യഥാർത്ഥമായും ദൈവവിളി കേട്ട് ഇറങ്ങിയതാണോ? क्या वास्तव में प्रभु ने मुझे बुलाया हुआ पुकार को सुनकर मैं निकला है क्या? ഇന്ന് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്റെ കർത്താവാണോ? क्या आज मेरा जीवन का लक्ष्य मेरा प्रभु है क्या? ആ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണോ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? क्या आज उस परमेश्वर को प्रसन्न करना ही है क्या मेरा जीवन का लक्ष्य? നമ്മളെ തന്നെ പരിശോധിക്കണം. हम अपने आप को परखें. അതാണ് ഇന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. वही आज प्रभु हमसे आग्रह करता है. നമ്മൾ ആ കാര്യം ഉറപ്പ് വരുത്തി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. हमें वो बात को पक्का करके प्रभु के लिए उपयोगी होना है. ഇതെല്ലാം വെളിപ്പെടുത്തരുന്നത് നമുക്ക് ദൈവവചനമാണ്. ये सब हमको प्रकट करके देता है प्रभु का वचन है. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം സത്യമാണ്. क्योंकि वचन में लिखा हुआ सभी बातें सत्य है. അതുകൊണ്ട് ആ വചനത്തെ നമ്മൾ അതുപോലെ വിശ്വസിക്കണം. इसके लिए वचनों को हमें जैसा लिखा है वैसे हमें विश्वास करना है. യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നാണ് 1 പത്രോസ് 2:9 വായിക്കുന്നത്. हम लोग पहला पत्रोस 2:9 में हम पढ़ते हैं कि जो प्रभु से जो सच्चा विश्वासी है वो वास्तव में सच्ची में चुना हुआ है. കാരണം നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. അപ്പോൾ നിങ്ങൾ വിളിയിൽ ലഭിച്ചു, തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു പദവിയാണ് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമൊക്കെ ഉള്ളതെന്നാണ് 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നത്. तो पहला पत्रोस 2:9 में वहां पर हम पढ़ते समय में तुम अंधकार से अद्भुत ज्योति में लाए हुए एक चुना हुआ वंश हो करके हम देखते हैं. तो इसलिए नया जन्म पाया हुआ व्यक्ति वास्तव में बुलावट भी पाया है और चुनावट भी उसको मिला है. അപ്പോൾ ഓരോ യഥാർത്ഥ വിശ്വാസിയും അവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. इसके लिए वास्तव में हर एक नया जन्म पाया हुआ विश्वासी जो है वो लोग बुलाए गए हैं और चुनावट पाए हुए विश्वासी है. ഈ അറിവ് തന്നെ എത്ര ശ്രേഷ്ഠമാണ്. ये ज्ञान ही कितना श्रेष्ठ है. നമ്മൾ അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അവന് ജന്മത്താലുള്ള പദവി അല്ലത്, അത് വീണ്ടും ജന്മത്താലുള്ള പദവിയാണ്. इसके लिए एक विश्वासी का अवस्था हमें समझना है, उसको जन्म से मिला हुआ ये पदवी नहीं बल्कि नया जन्म के द्वारा या दोबारा जन्म से मिला हुआ ये पदवी है. നമ്മൾ ആരും ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ നമ്മൾ ദൈവമക്കളായിട്ട് ജനിച്ചവരല്ല. क्योंकि इस दुनिया में हम जब शारीरिक जन्म लेते समय में हम कोई भी परमेश्वर का संतान होकर नहीं जन्म लिया. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതായിരിക്കാം. या हम लोग शायद एक मसीही कुटुंब में जन्म लिया होगा. അതുകൊണ്ട് നമ്മൾ ദൈവമക്കളാകുന്നു. इसके वजह से हम परमेश्वर के बच्चे नहीं होते. നമ്മൾ യഥാർത്ഥമായും സുവിശേഷം കേട്ട് വിശ്വസിച്ച് നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം മാത്രമാണ് ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് ഉയരപ്പെടുന്നത്. क्योंकि वास्तव में प्रभु यीशु मसीह के नाम का सुसमाचार को सुनकर उसको विश्वास करने के बाद ही हमारा नया जन्म होता है. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അനുഭവം ലഭിക്കൂ. उस तरह बुलाया हुआ चुना हुआ लोगों को ही ये नया जीवन का अनुभव है. അപ്പോൾ നമ്മുടെ ദേഹിയുടെ രക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ इसके लिए अगर प्राण का उद्धार के विषय के लिए आगे बढ़ना है तो നമ്മൾ ഈ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി തന്നെ ജീവിക്കണം. ये बुलावट और ये चुनावट को हमें उसको पक्का करना है. ഞാൻ അതിനെ ഒന്നുകൂടെ ആഴത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. उस विषय को मैं और गहराई से मैं बताने का आग्रह रखता हूँ. ഞാനിത് പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് ഒരു പുസ്തകത്തെ കുറിച്ച് ഞാൻ ഒരു ചെറിയ പരിചയം നിങ്ങൾക്ക് തരാം. तो इस विषय में आगे बढ़ने से पहले एक पुस्तक के विषय में मैं कहना चाहता हूँ. പിന്നെ ഈ 20ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിന്നെ ഒരു നല്ല ഭക്തനായ മനുഷ്യനും നല്ല ദൈവം വളരെ ഉപയോഗിച്ച ഒരു ഭക്തനുമായ മനുഷ്യനാണ് വാച്ച്മാൻ എന്ന് പറയുന്നത്. तो ये 20वीं सदी में जो प्रभु के निकट और उपस्थिति में जीने वाला एक व्यक्ति जो प्रभु के लिए सबसे ज्यादा उपयोगी हुआ एक दास का नाम है वॉचमैन डी करके. അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ മനുഷ്യൻ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. उनके पास एक आत्मिक मनुष्य करके एक पुस्तक है. അദ്ദേഹത്തിന്റെ പേരിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. वो उन्होंने स्वयं लिखा हुआ पुस्तक है. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പുസ്തകം മേടിച്ച് വായിച്ചാൽ അത് വളരെ പ്രയോജനപ്പെടും. अगर वो पुस्तक अगर आपको मिला उसको पढ़ रहे हैं तो आपको बहुत मदद करेगा. നമ്മൾ ബൈബിൾ വായിക്കുന്നല്ല പറഞ്ഞേ. उसका ये नहीं कि बाइबल नहीं पढ़ना ऐसा नहीं है. ബൈബിൾ എപ്പോഴും വായിക്കണം. बाइबल तो हमेशा पहला पढ़ना है. എന്നാൽ ആ സഹോദരന് ആ വചനത്തിൽ ലഭിച്ച പ്രകാശനങ്ങൾ നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് വളരെ സഹായിക്കും. लेकिन वो भाई को मिला हुआ प्रकटीकरण हमारे आत्मिक बढ़ोतरी के लिए बहुत सहायता करेगा. നിങ്ങൾ എല്ലാ ദൈവമക്കളും
ആത്മീയ മനുഷ്യൻ എന്നുള്ള ആ പുസ്തകം വായിക്കുന്നത് വളരെ പ്രയോജനപ്പെട്ടു. आप सब लोग अगर आत्मिक मनुष्य करके जो पुस्तक है, जो इंग्लिश और मलयालम में ये केवल, लेकिन उसको अगर आपको आपका उसका अवस्था में अगर पढ़ने को मिला तो बहुत अच्छा रहेगा. अच्छा, വേറെ ഭാഷയില്ലേ? തൽക്കാലം ഇംഗ്ലീഷും മലയാളവും. ഓ, അപ്പോൾ അത് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ളതെന്നാണ് പറയുന്നത്. അപ്പം എനിക്കറിയത്തില്ല. എന്നാൽ മലയാളത്തിലുള്ള ആ പുസ്തകം कृपयाल എനിക്ക് ലഭിക്കാനും ഞാനത് വായിക്കാനും ഇടയായിട്ടുണ്ട്. तो मलयालम में जब वो पुस्तक मुझे मिला, अनुग्रह से मुझे वो पढ़ने का मुझे मौका मिला, അത് എൻ്റെ ആത്മീയത്തിന് വളരെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. और मेरे आत्मिक जीवन के लिए बहुत बड़ा प्रोत्साहन हुआ. അതിൽ നിന്ന് ചില കാര്യങ്ങൾ അടുത്ത ചില ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. और उसमें से लिखा हुआ कुछ बातें मैं अगला क्लास का मौका मिला तो मैं आप लोग से बांटूंगा. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര ആഴമാണ്. तभी आप लोग समझ में आएगा कितना गहराई की बात है वो. Praise the Lord. Praise the Lord. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നമ്മുടെ ദേഹീയ രക്ഷയോടുള്ള ബന്ധത്തിൽ ഈ തിരുവചനത്തിലൂടെ ചില കാര്യങ്ങൾ വീണ്ടും ആഴമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. इसके लिए आज भी हम लोग प्रभु का वचन के गहराई की बातों को और भी गहराई से आप सीखने जा रहे हैं. കാരണം ആത്മീയ ജീവൻ എന്നുള്ളത് നമ്മുടെ ബുദ്ധിയിലോ ജ്ഞാനത്തിലോ ജീവിക്കുന്ന ഒരു ജീവിതമല്ല. क्योंकि आत्मिक जीवन बोला तो हमारा समझ या हमारा बुद्धि या हमारे ज्ञान में जीने वाला बात नहीं है. അത് യഥാർത്ഥമായും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. वो वास्तव में आत्मा के द्वारा चलाया जा रहा एक जीवन है. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം വളരെ ആഴമായിട്ട് ഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണ്. അതും ദൈവാത്മ സഹായം കൂടാതെ നമുക്ക് കഴിയില്ല. इसके लिए हमें यह विषय भी हमें आत्मा पूर्वक हमें ये बात समझे, क्योंकि बिना आत्मा की मदद से हम ये बात नहीं समझ पाएंगे. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തി തരാതെ നമുക്ക് ആ വെളിപ്പാട് കിട്ടുകയില്ല. अब मैं पहले भी कहा ना कि प्रभु का प्रकटीकरण मिलना है तो प्रभु जब तक प्रकट करके देगा नहीं तब तक हमको नहीं मिलेगा. നമുക്കറിയാം, പിന്നെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാന്റെ സാക്ഷ്യം പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. प्रभु को रास्ता दिखाने वाला, യോഹന്നാൻ बपतिस्मा देने वाला, उसके गवाही आपने सुना है क्या? ഈ യോഹന്നാൻ കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി വന്നതാണ്. ये യോഹന്നാൻ बपतिस्मा देने वाला प्रभु के लिए रास्ता बनाने के लिए आया. എന്നാൽ തന്റെ അനുഭവത്തിൽ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 31-33 വാക്യങ്ങളിൽ 2 പ്രാവശ്യം താൻ എടുത്തു പറയുന്നുണ്ട്. लेकिन യോഹന്നാൻ का सुसमाचार उसका पहला अध्याय उसका 31 और 33 में 31 और 33 में वहां पर യോഹന്നാൻ गवाही देता है, ഞാനോ അവനെ അറിഞ്ഞില്ല. मैं उसको नहीं जाना. 31-ന്റെ ആദ്യത്തിലും 33-ന്റെ ആദ്യത്തിലും പറയുന്നുണ്ട്, ഞാനോ അവനെ അറിഞ്ഞില്ല. उसका 31 का शुरुआत में और 33 का शुरुआत में मैं उसको नहीं जाना. നോക്കണേ, കർത്താവിന് വേണ്ടി വഴി ഒരുക്കുവാൻ വന്ന യോഹന്നാൻ പോലും കർത്താവിനെ അറിഞ്ഞില്ല. तो यानी कि ये യോഹന്നാൻ बपतिस्मा देने वाला जो प्रभु के लिए मार्ग खोलकर बताने के लिए आया हुआ, ये യോഹന്നാൻ को भी प्रभु कौन है नहीं जानता था. എന്നാൽ ദൈവം യോഹന്നാനെ അയച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. लेकिन परमेश्वर ने जब യോഹന്നാൻ को भेजा तब एक बात उसको बताया था. അത് അതിന് 33-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. उसका 33 में हम पढ़ते हैं, പിന്നെ എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. 33 और 34. मैं तो उसे पहचानता नहीं था, परंतु जिसने मुझे जल से बपतिस्मा देने को भेजा उसी ने मुझसे कहा, जिस पर तू आत्मा को उतरते और ठहरते देखे वही पवित्र आत्मा से बपतिस्मा देने वाला है. और मैंने देखा और गवाही दी है कि यही परमेश्वर का पुत्र है. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, പിന്നെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട യോഹന്നാന് പോലും ഈ കർത്താവിനെ അറിയാൻ കഴിഞ്ഞില്ല. तो यहाँ पर देखो, प्रभु का रास्ता तैयार करके देने वाला യോഹന്നാൻ बपतिस्मा को भी वो प्रभु को नहीं पहचानता था. എന്നാൽ കർത്താവിനെ അറിയാൻ തക്കവണ്ണം അവനൊരു അടയാളം കൊടുത്തിരുന്നു. लेकिन उसको पहचानने के लिए परमेश्वर ने उसको एक चिन्ह दिया था. ഇതുപോലെ നമ്മൾ യോഹന്നാൻ 1:10 വായിക്കുന്നുണ്ട്, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ 1:10 भी पढ़ेंगे. वह जगत में था और जगत उसके द्वारा उत्पन्न हुआ और जगत ने उसे नहीं पहचाना. അപ്പോൾ ഈ ലോകം ഈ കർത്താവിനാൽ ഉളവായി, ഈ ലോകത്തിന് ഈ കർത്താവിനെ അറിയാൻ കഴിഞ്ഞില്ല. तो ये पूरा दुनिया को परमेश्वर ने ही बनाया है, लेकिन ये परमेश्वर को कोई पहचान नहीं पाया. നമ്മൾ നോക്കണം, കർത്താവിനെ അറിഞ്ഞില്ല എങ്കിൽ എന്ത് നഷ്ടമാണ്. देखो, प्रभु को अगर पहचान नहीं पाएंगे तो कितना बड़ा नुकसान है. കർത്താവിനെ അറിയാതെ യഹൂദന്മാർ പോലും പ്രാപിക്കേണ്ടത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവർ കഴിഞ്ഞില്ല. तो प्रभु को पहचान न पाने की वजह से यहूदी लोगों को भी जो बातें प्रभु से सीख सकता था, प्राप्त कर सकता था, वो भी बात उनको नहीं मिला. തിരുവെഴുത്തുകളെ എത്രമാത്രം അറിഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ആ തിരുവെഴുത്തിലുള്ള ആ ശരിയായ പ്രകാശനം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് തീരാൻ നഷ്ടമാണ്. हमें वचन को कितना हम लोग जानते हैं करके बोलकर फायदा नहीं, जब तक वचन के अंदर में रहने वाला वो प्रकटीकरण, वो प्रकाश जो प्रभु का दिव्य ज्ञान है, वो बात समझेंगे नहीं तो कुछ भी फायदा नहीं है. നമ്മള് യഹൂദന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ
അതേ യോഹന്നാൻ 5:39-40 വാക്യം വായിക്കുമ്പോൾ वो यूहन्ना का सुसमाचार में यहूदियों के बारे में पढ़ते समय में यूहन्ना 5 का 39 और 40 में हम देखते हैं, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, तुम लोग परमेश्वर का वचन को परखते तो हो അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. और उसके अंदर अनंत काल का जीवन है करके ये तुम लोग मानते हो, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. बट वो मेरे बारे में गवाही देता है. എങ്കിലും लेकिन फिर भी ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. जीवन प्राप्त करने के लिए कोई भी मेरे पास आने का इच्छा नहीं रखता. അപ്പോൾ ഒരിക്കലും പീലാത്തോസ് ചോദിച്ചില്ലേ സത്യം എന്തെന്ന്? സത്യം ഏകരൂപമായി അവന്റെ മുമ്പിൽ നിന്നിട്ട് പീലാത്തോസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സത്യം എന്താണ്. पिलातुस भी प्रभु से पूछता है कि सत्य क्या है, और सत्य स्वयं मनुष्य रूप धारण लेकर उसके सामने खड़ा है, फिर भी उसको नहीं मालूम कि सत्य क्या है. സത്യം മുമ്പിൽ നിൽക്കുകയാണ്, सत्य सामने खड़ा है എന്നിട്ടും ചോദിക്കുക സത്യം എന്താണ്. और फिर भी वो पूछ रहा है सत्य क्या है. അല്ലെ, അപ്പൊ ദൈവം വെളിപ്പെടുത്തി തരാതെ ആർക്കെങ്കിലും സത്യം മനസ്സിലാവുള്ളവരെ? तो यानी कि परमेश्वर जब तक प्रकट करके नहीं देता, हम ये सत्य कौन है करके हम जान पाएंगे क्या? നമ്മൾ ഈ സത്യം അറിയണം. हमें सत्य को जानना है. നമുക്ക് ഈ വേദപുസ്തകം പഠിച്ച് നല്ല അറിവുണ്ടായിരിക്കും. हमें वचन को बार बार पढ़कर शायद बहुत बड़ा ज्ञानी बन के रहेंगे हम लोग, അതുകൊണ്ടും നമുക്ക് പ്രയോജനമില്ല. लेकिन उससे कुछ फायदा नहीं. നമുക്കത് ദൈവം അതിന്റെ സത്യം നമുക്ക് പ്രകാശിപ്പിച്ച് തരണം. क्योंकि परमेश्वर ही है जो हमें प्रभु का वचन का उसके अंदर रहने वाला प्रकटीकरण या वो ज्योति को बता के दे. അത് പ്രകാശിച്ച് കിട്ടുമ്പോഴാണ് നമുക്ക് കർത്താവിനെ ശരിയായ നിലയിൽ സ്നേഹിക്കാനും കർത്താവിനെ സേവിക്കാനും എല്ലാം കഴിയുന്നത്. वो बात का प्रकाशन हमें मिल जाए तो ही हम लोग प्रभु को सही रीति से हम लोग सेवा कर पाएंगे, उनके लिए एक उपयोगी पात्र बन पाएंगे. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, इसलिए मैं आप लोग से कहना चाहता हूँ, ഞാൻ ഇന്ന് ഒരു ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഞാനൊരു ദൈവത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ, अगर मैं एक सच्चा विश्वासी हूँ या परमेश्वर का बेटा हूँ करके अगर इस तरह का गवाही मुझे देना है तो അതിന് നമ്മളിൽ അങ്ങനെ ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളോടൊരു സാക്ഷി നമുക്ക് ലഭിക്കണം. उसके सबसे पहला हमारे अंदर ही हमें ये गवाह होना जरूरी है. അത് നമുക്ക് കേൾക്കാൻ കഴിയണം. वो बात को सुनना जरूरी है. നമ്മള് ഇന്ന് എന്നിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. तो इसलिए आज मेरे अंदर आत्मा है करके इस बात का पक्का करना जरूरी है. ശ്രദ്ധിക്കണം, ध्यान से सुनना. ഞാൻ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനാണോ ഒരു വ്യക്തിയാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. मैं परमेश्वर का आत्मा में चलाया जाने वाला या परमेश्वर का आत्मा मुझ में है कि नहीं, ये बात का पक्का करना जरूरी है, निश्चय करना जरूरी है. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ക്രിസ്തീയ കുടുംബത്തിന്റെ ആ പാരമ്പര്യം ഉണ്ടായിരിക്കാം. हम लोग के पास शायद क्योंकि मैं एक मसीह कुटुंब में जन्म लेने की वजह से एक मसीह वो घर का पूरा रीत रिवाज या बातें मुझे मालूम रहेगा. കാരണം നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോഴത്തേക്കും അനേക ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ടവർ പറയാറുണ്ട്, ഞങ്ങള് പിന്നെ പാരമ്പര്യമായിട്ട് അനേക വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഇനിയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. क्योंकि जब सुसमाचार जब मैं बोलते समय में खास रूप में मसीह लोगों के घर पे जाकर सुसमाचार बोलता है तो वो लोग क्या बोलते हैं, देखो हम लोग 3-4 पीढ़ियों से हम लोग मसीह कुटुंब में हम लोग पैदा लिए हैं. വളരെ 2000 വർഷത്തെ പാരമ്പര്യം പറയും. वो लोग 3-4 भी नहीं बल्कि वो 2000 का पूरा उससे भी पुराना वाला वो लोग इतिहास निकाल कर गवाह निकाल कर पीढ़ी का पूरा इतिहास निकाल कर बोलते हैं, देखो वहाँ शुरुआत से हमारा पीढ़ी वहां से हम लोग कनेक्टेड है, हमें सब बात मालूम है, इसलिए यीशु के बारे में ज्यादा सुनने का हमको जरूरत नहीं है बोलकर वो लोग सुसमाचार को ठुकराते हैं. എന്നാൽ അവരോട് ചോദിക്കുക, നിങ്ങളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. लेकिन जब मैं उनको पूछता हूँ कि आपके पास परमेश्वर का आत्मा है क्या पूछता तो उनके पास उत्तर नहीं है. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. आप नया जन्म पाए क्या पूछा तो वो लोग बोलते नहीं. നിങ്ങൾക്ക് വീണ്ടും ജന്മ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. उनको दोबारा जन्म होने का अनुभव है क्या पूछेगा तो जवाब नहीं है. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ തന്നെ അവർക്ക് ഉടനെ ദേഷ്യം വരും, അവരതിനെക്കുറിച്ച് വളരെ കോപിഷ്ഠരായിരിക്കും. और ऐसा सब सवाल जब उनको पूछते समय में उनको गुस्सा आता है, गुस्सा आकर उनको पसंद नहीं आता और गुस्सा हो जाते हैं वो लोग. ദുഃഖകരം എന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, അവർ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുകയാണ്. तो ये कितना दुखी बात है, वास्तव में वो लोग धोखा में है ना. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, നിങ്ങളോട് ഒരാൾ രക്ഷിക്കപ്പെട്ടത് വെച്ചാൽ വളരെ സന്തോഷത്തോടെ നമ്മൾ അവർക്ക് ഉത്തരം കൊടുക്കും. अगर हम नया जन्म पाए हुए विश्वासी व्यक्ति है और कोई आपको पूछा कि आपका नया जन्म हुआ बोले तो ये सुनकर हमको खुशी मिलने वाली बात है. നമ്മൾ രക്ഷിക്കപ്പെട്ട അനുഭവം നമ്മൾ പങ്കുവെക്കും. और फिर हमें उद्धार का वो अनुभव को हम बताएंगे. അത് ആ കേൾക്കുന്നവർക്കും ഒരു അനുഗ്രഹമായി മാറും. और वो सुनने वालों के लिए भी एक आशीष हो जाता है. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, तो मैं इधर बताने का मेरा आग्रह ये है, ഞാൻ യഥാർത്ഥമായും ഒരു ക്രിസ്ത്യാനിയാണോ? क्या मैं वास्तव में एक सच्चा मसीही हूँ क्या?
क्या? എനിക്ക് എന്നിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടോ? क्या मेरे अंदर वास्तव में मसीह का आत्मा है क्या? ഇത് നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. ये हमें स्पष्ट रीति में सही रीति से हमें जानना जरूरी है. പേരുകൊണ്ടല്ല ഒരു ക്രിസ്ത്യാനിയാണെന്ന് അറിയപ്പെടേണ്ടത്. हम लोग एक नाम के वजह से, मेरा नाम ऐसा ऐसा है इसके वजह से मैं एक मसीह हूँ, ऐसा पहचान नहीं चाहिए. നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടല്ല നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്ന് നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. या फिर हमारा परिवार का जो रिवाज है या परिवार का जो नाम है वो उसका इतिहास के वजह से नहीं हमें जानना है क्या मसीह है. നമ്മുടെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതുമല്ല. मेरा माँ और बाप मसीही है इसके लिए मैं मसीही हूँ, ये गवाही से नहीं चलेगा. അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു ക്രിസ്ത്യാനി ആകുന്നില്ല. या फिर मैं कलीसिया में जाता हूँ बोलकर ये इससे नहीं होता गवाही. ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ബൈബിൾ എനിക്ക് അറിയാം എന്ന് പറഞ്ഞത് കൊണ്ടും ആയില്ല. मैं बाइबल पढ़ता हूँ, बाइबल मुझे मालूम है, इससे बोलने से भी नहीं होगा. ഞാനൊന്ന് ചോദിക്കട്ടെ, मैं एक पूछना चाहता हूँ, നിങ്ങൾക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു ദൈവപൈതലാണെന്ന് പറയുന്ന സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞോ? आज सुबह आप उठते समय में सुबह पवित्र आत्मा ने क्या आपको वो गवाही दिया है? गवाही देते समय में आप लोग सुन पाए क्या कि मैं परमेश्वर का बेटा हूँ? ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞോ? ये आवाज आपको सुनने को हुआ क्या? അത് കേൾക്കണം. वो सुनना है. ഓരോ ചലനത്തിലും നമുക്ക് ഈ ശബ്ദം നമുക്ക് ആത്മാവിൽ കേൾക്കുവാൻ കഴിയണം. एक एक चलनों में, एक एक चाल चलनों में हमें आत्मा का वो सुर को सुनना जरूरी है. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിനാൽ നടന്ന് ആത്മാവിൽ ജീവിച്ച് ഈ ദേഹിയുടെ മേൽ ജയം വരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയും. तो ही हम लोग आत्मा में चलकर, आत्मा के आधार पर हमने चलकर हमारे प्राण के जीवन में प्राण के सुधार के विषय में हम लोग उस पर विजय पाकर आत्मा के अनुसार हम चल पाएंगे. നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. हम वचन में आएंगे. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ആദ്യം വായിക്കാം. रोमियो का पुस्तक 8:16 में हम आएंगे. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. पढ़ेंगे 8:16. आत्मा आते हमारी आत्मा के साथ गवाही देता है कि हम परमेश्वर की संतान है. आमेन. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയേണ്ട ഒരു ശബ്ദമാണ് ഞാൻ ദൈവവചനാണെന്നുള്ള ശബ്ദം നമുക്ക് ആത്മാവിൽ കേൾക്കുവാൻ കഴിയണം. तो इसके लिए हमें आत्मा के द्वारा हमारे आत्मा में हमेशा एक स्वर, एक आवाज जो हमें सुनना है, एक गवाही जो हमें सुनना है, वो है कि हम परमेश्वर के बच्चे हैं, संतान हैं. आमेन. ഈ ശബ്ദം ഇന്ന് നേരം വെളുത്തതിന് ശേഷം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. तो आज ये आवाज आज सुबह उठने के बाद हमको सुनने को मिला क्या? നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ഈ പറയുന്ന കാര്യം, ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. इसके लिए हमें नया जन्म पाया हुआ व्यक्ति को यह अनुभव रहता है कि वो आत्मा के द्वारा हमारे आत्मा में ये गवाही सुनेगा. കർത്താവ് നമ്മളെ മകനെ എന്ന് വിളിക്കുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. प्रभु हमको हे बेटे करके बुलाता या हे बेटी करके बुलाने का वो स्वर हमें सुनने को मिलेगा. ഓരോ ദിവസവും ആ വിളി കേട്ട് ആ ശബ്ദം കേട്ടാ ഞാൻ ഉണരുന്നത്. क्योंकि एक एक दिन वो स्वर को सुनकर मैं उठता हूँ. आमेन. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, मैं आपको आत्मापूर्वक एक बात बताना चाहता हूँ. ഞാൻ എങ്ങനെയെങ്കിലും ഉണരുകയല്ല ചെയ്യുന്നത്. मैं कैसा भी उठता हूँ ऐसा नहीं है प्रियो. ഞാൻ ആ ശബ്ദം കേട്ടാ ഉണരുന്നത്. मैं वो आवाज को सुनकर मैं उठता हूँ. അതിനുശേഷം പിന്നെ ഞാൻ സമയം നോക്കാറില്ല. ആ വിളി കേട്ടതിന് പിന്നാലെ പിന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ अब्बा पितावे എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ്. उसके बाद मैं फिर समय को नहीं देखता, बल्कि उसके बाद मैं उठकर मैं बस अपना अब्बा पिता की उपस्थिति में बना रहकर उनके नाम को पुकार कर मैं जीता हूँ. അപ്പോൾ ഈ ആത്മാവ് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, तो अगर ये आत्मा को अगर हमने प्राप्त किया है तो നമ്മൾ ഈ ആത്മാവിനെ നടക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം. तो आत्मा के द्वारा चलाए जाने का अनुभव भी रहेगा. അപ്പോൾ നമ്മുടെ ദൈവമക്കളാണെന്നുള്ള സാക്ഷ്യം നമുക്ക് കേൾക്കാൻ കഴിയും. और हम लोग परमेश्वर के संतान है करके ये गवाही हमको सुनने मिलेगा. അത് നമ്മുടെ ജീവിത അനുഭവമായി മാറും. और वो हमारा जीवन का अनुभव हो जाएगा. അതിന്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. इसका वाक्य 14 भी हम पढ़ेंगे. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. पढ़ेंगे. जितने लोग परमेश्वर के आत्मा के चलाए चलते हैं वे ही परमेश्वर के पुत्र हैं. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്ന അനുഭവത്തിലൂടെ നാം ജീവിക്കണം. इसके लिए प्रभु का आत्मा के द्वारा चलाए जाने का अवस्था में हमें रहना है. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ആത്മാവ് വേണം നമ്മളെ നടത്തുവാൻ. तो प्रभु का आत्मा हमारे अंदर है जब बोलते समय में ये आत्मा ही है जो हमें चलाना चाहिए. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മള്
വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ആത്മാവിലാണ് വീണ്ടും ജനിക്കുന്നത്. तो हम जब मैंने पहले कहा था कि जब हम नया जन्म पाते समय में या दोबारा जन्म पाते समय में वो पवित्र आत्मा के द्वारा है हम दोबारा जन्म पा रहे हैं. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ചു. एक दूसरा अर्थ से कहा गया तो प्रभु यीशु मसीह हमारे अंदर जन्म लिया. അപ്പോൾ കർത്താവ് നമ്മളിൽ ജനിച്ചിട്ട് ഈ കർത്താവ് നമ്മളിൽ ജീവിക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. तो ये मसीह हमारे अंदर जन्म लेकर और मसीह हमारे अंदर बढ़ना ही है एक मसीह जीवन. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ ജീവിക്കേണ്ടത് ആ വ്യക്തിയല്ല, ആ വ്യക്തിയിലൂടെ കർത്താവാണ്. तो दोबारा जन्म पाया हुआ एक विश्वासी, नया जन्म पाया हुआ विश्वासी के अंदर वो व्यक्ति नहीं जीना है बल्कि मसीह उसके द्वारा जीता है. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം നമ്മൾ ഈ ആത്മാവിനെ പ്രാപിച്ചുവോ എന്നുള്ളതാണ്. तो इस बात का निश्चय हमें बात को पक्का करना है क्या हमें आत्मा मिला क्या. ഈ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം നമ്മൾ അതേ അധ്യായത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ടെങ്കിലും ഞാൻ ചില വാക്കുകൾ മാത്രം ഓർപ്പിക്കാം. तो उसी अध्याय में हमें बात सीखने मिलेगा, उसमें बहुत से बातें हैं लेकिन कुछ बातें मैं बताना चाहता हूँ. അതിന്റെ 8-9 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 8-9 में उसका आखिरी भाग में हम देखते हैं जो जिसमें अंदर मसीह का आत्मा नहीं वो उसका नहीं. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. तो इसके लिए सबसे बड़ा मुख्य बात यही है क्या मसीह का आत्मा मुझ में है कि नहीं. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കർത്താവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ എപ്പോഴും കർത്താവ് എന്ന് തന്നെ വിളിക്കും. तो अगर मसीह का आत्मा अगर हमारे अंदर रहेगा तो ये प्रभु को, ये यीशु को हम हमेशा प्रभु ही करके पुकारेंगे. ഞാനൊരു കാര്യം എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മീയകൾ എത്രമാത്രം അധപ്പതിച്ചെന്നറിയോ? तो इसके लिए मैं ये बात यहाँ पर बताना चाहता हूँ. आज ये मसीह दुनिया में ये जो मसीह धर्म के ये दुनिया में हम जीते समय में यहाँ पर ये कितना गलत फहमी में या गलत रीति से जी रहे हैं. ഇന്ന് ഈ ആത്മാവുണ്ടെന്ന് പറയുന്നവര് ഈ യേശുവിനെ യേശു എന്ന് മാത്രമേ പറയാറുള്ളൂ, കർത്താവ് എന്ന് പറയാറില്ല. तो आज ये लोग जो बोलते हैं कि हमें पवित्र आत्मा है वो लोग कभी भी यीशु को प्रभु करके नहीं बोलता, लेकिन यीशु के नाम से यीशु करके बोलकर उधर ही उतना ही बोलते हैं वो लोग. അവർ ഇടയ്ക്ക് കർത്താവെന്നൊക്കെ പറയും. वो लोग बीच में कभी कभार प्रभु करके बोलेंगे. അതും ഈ കടുക് പൊട്ടിക്കുന്ന പോലെ ഇടയ്ക്ക് ഒരു വർത്തമാനം. तो वो भी क्या है, जैसा राय बीच में हम लोग तड़का मारते समय 1-2 राय बीच में फुटता है, वैसा ही बात है वो. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം ഈ യേശുവിനെ കർത്താവ് എന്നല്ലാതെ വെറും യേശു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുച്ഛിക്കാൻ കഴിയില്ല. तो लेकिन अगर सच्ची में नया जन्म पाया हुआ है, सच्ची में अगर आत्मा है तो ये यीशु को सिर्फ प्रभु बोलकर ही हम जिएंगे, सिर्फ यीशु बोलकर उनका निंदा नहीं कर पाएंगे. ഈ അങ്ങനെ പറയുന്നത് ഇപ്പൊ ഞാൻ പറയാം, നമ്മളെപ്പോഴും ആത്മാവിൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ച ശേഷം എപ്പോഴും നമ്മൾ ആത്മാവിൽ തന്നെ ആയിരിക്കില്ല നടക്കുന്നത്. तो इसके लिए एक नया जन्म पाया हुआ व्यक्ति वो जरूरी नहीं कि हर पल वो आत्मा में चलता रहेगा. എന്നാൽ ചിലര് പ്രസംഗവേദിയിൽ പോലും ഈ കർത്താവിനെ വെറും യേശു എന്ന് പറഞ്ഞുകൊണ്ട് തുച്ഛിക്കും. लेकिन मैं बहुत बार देखा है कुछ लोग प्रचार करते समय में भी वो लोग ये यीशु को जो प्रभु बोलना चाहिए सिर्फ यीशु बोलकर उनका निंदा कर रहे हैं. മാത്രമല്ല ഒരു പ്രാർത്ഥനയിൽ പോലും യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനല്ല പ്രിയമുള്ളവരെ പറഞ്ഞിരിക്കുന്നത്. तो और प्रार्थना करते समय में भी यीशु के नाम से बोलकर वो लोग प्रार्थना करते हैं, लेकिन बल्कि सिर्फ यीशु का नाम लेने से काफी नहीं है, प्रभु यीशु में उसको प्रार्थना को हमें करना है. നമ്മൾ ചിന്തിക്കണം. അവിടെ നമ്മുടെ ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലേഖനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. അവിടെ ആരും ഒരിക്കലും യേശു എന്നുള്ള പ്രയോഗമല്ല, ഒന്നെങ്കിൽ ക്രിസ്തു, യേശു മസീഹ്, പ്രഭു യേശു, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു, ഈ പ്രയോഗങ്ങളാണ്. വെറും യേശു എന്നുള്ള പ്രയോഗം നമുക്ക് എങ്ങും കാണാൻ കഴിയും. हम लोग जब बाइबल को हम लोग पढ़ते समय, क्योंकि बाइबल ही उसका हमारा आधार है, हम लोग जब पत्रों में जब हम पढ़ते समय में वहां पर हम देखते समय में पौलुस और बाकी लोग जब भी वो लोग यीशु का नाम जिक्र करते समय में या तो वो प्रभु यीशु रहेगा, या तो वो मसीह यीशु रहेगा, या तो यीशु मसीह रहेगा. कभी भी सिर्फ यीशु बोलकर उसको वो पहचान करके बोलकर नहीं पुकारा है. നിങ്ങൾ ഒരിക്കലും, കാരണം എന്നാ അറിയാം, അവർ കർത്താവിനെ അവർ വാസ്തവത്തിൽ കർത്താവിലുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ കർത്താവിനെ അറിയാതെ ആ ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. तो आज ये संसार के लोग वो लोग क्यों सिर्फ यीशु बोलकर घूम रहे हैं? क्योंकि वो लोग वास्तव में प्रभु का पहचान उनको अभी तक मिला नहीं है, सच्चा आत्मा उनके अंदर अभी तक आया नहीं, इसके लिए ऐसा है. അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടോ എന്ന് തന്നെ സംശയമാണ്. वो लोग यहाँ तक कि उनके अभी नया जन्म वो लोग ने खुद प्राप्त किया है कि नहीं, ये भी शक का विषय आता है. കാരണം 1 കൊരിന്ത്യർ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, 1 കൊരിന്ത്യർ 12:3. तो ये बात मैं क्यों कहना चाहता हूँ, 1 कोरिन्थी 12:3 जब हम पढ़ते हैं, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. उसका सिर्फ आखिरी बात पढ़ेंगे, न कोई पवित्र आत्मा के बिना कह सकता है कि यीशु प्रभु है. പൗലോസ് ഇവിടെ ഈ കാര്യം
ജനത്തെ ഗ്രഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. यहाँ पर पौलुस लोगों को ये बात को समझाना चाहता है. അപ്പോൾ ഈ യേശുവിനെ കർത്താവ് എന്ന് പറയണമെങ്കിൽ അത് ആത്മാവിൽ മാത്രമേ കഴിയൂ. यीशु प्रभु है करके अगर पुकारना है तो वो आत्मा में ही कर सकता है. നമ്മൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ യേശു എന്ന രീതിയിൽ അറിഞ്ഞാണ് ഈ യേശുവിൻ്റെ മനുഷ്യാവതാരം, ആ ജീവിതം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച വിഷയങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. हम लोग जब ये यीशु के विषय में उनका मनुष्य अवतार, उन्होंने मनुष्य होकर उन्होंने क्या क्या किया, ये दुनिया में जिया, हमारे लिए कष्ट सा, क्रूस पर वो वेदना सा, हमारे लिए क्रूस पर मारा गया, पुनरुद्धार हुआ, ये सब बातें जब हम उनके मनुष्य रीति में हम समझते हैं. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ ആ ഒരു ചെറിയ അറിവല്ല വേണ്ടത്. तो ये सब बातों की वजह से हमारा नया जन्म हुआ है, लेकिन वो नया जन्म हो जाने के बाद ये ज्ञान काफी नहीं है. നമ്മൾ 2 Corinthians 5:16 വാക്യം വായിക്കുമ്പോൾ, 2 Corinthians 5:16 जब हम पढ़ते हैं, ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. 5:16 पढ़ेंगे. अब से हम किसी को शरीर के अनुसार न समझेंगे. यद्यपि हमने मसीह को भी शरीर के अनुसार जाना था, तो भी अब से उसको ऐसा नहीं जानेंगे. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ അറിയണ്ടേ? तो नया जन्म पाने के बाद फिर हम प्रभु को कैसा जानना है? കാരണം അതിന് 17 വാക്യത്തിൽ പറയുന്നത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ, യേശുവിലായെന്നല്ല, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. क्योंकि वाक्य 17 में देखो, जो कोई भी मसीह में है करके लिखा है, जो कोई यीशु में है करके नहीं, जो कोई भी मसीह में है वो एक नया सृष्टि है और पुराना बातें सब हट चुका है. അപ്പോൾ നമുക്കറിയാം, പിന്നെ അവിടെ അവസാന ആശീർവാദ വാക്യം പോലും പറയുന്നത് വേണ്ടി വന്ന ചിലര് പിന്നെ യേശുവിന്റെ കൃപയെന്ന് പറഞ്ഞു കളയും. അതല്ല പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ ആശീർവാദ വാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ പറയുന്നത് പോലും 2 Corinthians 13:14 വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ എന്നാ, വെറും യേശുവിന്റെ അല്ല, യേശു ക്രിസ്തുവിന്റെ അല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാണ്. तो यहाँ पर आशीर्वाद के विषय में भी बोलते समय में बहुत लोग ऐसे अनजाने में क्या बोलते हैं, यीशु का अनुग्रह करके बोलते हैं, लेकिन वाक्य वैसा नहीं लिखा. वहां पर उसका 2 Corinthians 13:14 में प्रभु यीशु मसीह का अनुग्रह करके बोला गया. वो नाम सिर्फ यीशु नहीं, सिर्फ प्रभु यीशु नहीं, बल्कि यीशु मसीह का अनुग्रह. കാരണം അവരുടെ പ്രസംഗമോ അവരുടെ ഈ ആശീർവാദമൊന്നും ആത്മാവിൽ അല്ലെന്നുള്ള തെളിവാണ്. അവര് ഈ കർത്താവ് എന്ന് പറയാതെ അവർ യേശു എന്ന് പറയുന്നത് അവർ ആത്മാവിലല്ല പറയുന്നത്. അവര് ചിലപ്പോൾ അവർ ആത്മാവിനെ കുറിച്ചും ചിലപ്പോൾ അവർ പറയുന്നത് അന്യഭാഷയെക്കുറിച്ചോ വരദാനങ്ങളെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും. പക്ഷെ അവർ പറയുന്നതെല്ലാം അറിവിലാണ്, जड़ത്തിലാണ്, അത് ആത്മാവിലല്ല എന്നുള്ളൊരു തെളിവാണ്. तो इससे ही साबित होता है जब लोग यीशु को जब प्रभु उन लोग नहीं बोलकर सिर्फ यीशु बोलकर प्रचार करके प्रार्थना करके आशीर्वाद देते समय में ये उसी में एक सबूत है कि वो लोग आत्मा में वो लोग बात नहीं कर रहे, ये आत्मा से वो लोग भरे हुए नहीं है करके उन लोग को बात क्या है, ज्ञान में मिला हुआ बातें वो लोग सब बातें बताता है. यहाँ तक कि आत्मा के पवित्र आत्मा के विषय में बात करने का रहेगा तो उसका आत्मा का वरदान के बारे में और अन्य भाषा को ज्यादा स्पष्ट करते हुए ये सब बातों में जो ज्ञान का बातें को मिला वही बात उन लोग प्रकट करके बताएंगे. वास्तव में आत्मा मिला हुआ, आत्मा में भरा हुआ बात का अनुभव उनको कुछ भी नहीं है. അത് വേറൊരു ആത്മാവിന്റെ വ്യാപാരമാണ്. वो वास्तव में एक दूसरा आत्मा का कार्य है. वो ഞാൻ പറയട്ടെ, നമ്മൾ ഈ വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാ? मैं एक बात बताना चाहता हूँ, ये पवित्र शास्त्र खत्म कैसा होता है. നമ്മൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, അതിന്റെ അവസാന വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. उसका प्रकटीकरण का पुस्तक उसका 22 का 21वां वाक्य जब पढ़ते समय में അവിടെയും യേശുവിന്റെ കൃപയല്ല, वहां पर भी यीशु का अनुग्रह करके नहीं बोला है, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുമാറാട്ടെ എന്ന്. प्रभु यीशु मसीह का अनुग्रह तुम सब में बने रहे. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, वहां पर प्रभु यीशु मसीह का अनुग्रह करके लिखा है. നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കണം പ്രിയ. हमें प्रभु को महिमा देना है प्रियो. നമ്മൾ കർത്താവിനെ അറിഞ്ഞ ശേഷം, हम प्रभु को जान लेने के बाद ആ കർത്താവിനെ നമ്മൾ വെറും യേശുവായിട്ട് പറയുന്നതും നമ്മൾ ചിത്രീകരിക്കുന്നതും വളരെ ദൈവത്തെ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ തുച്ഛീകരിക്കുന്ന, നിന്ദിക്കുന്ന, നമ്മുടെ സ്വയത്തെ ഉയർത്തുന്ന ഒരു കാര്യമാണ്. അത് അവിടെ എല്ലാം ജഡമാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം മറക്കരുത്.
तो इसके लिए हम लोग नया जन्म पाने के बाद अगर हम लोग ये यीशु को सही रीति का वो दर्जा नहीं दिया, क्योंकि वो प्रभु है, उनको प्रभु ना बोलते हुए सिर्फ यीशु यीशु बोलकर उनको दर्जा देकर बुलाना वास्तव में एक तरह से यीशु को तुच्छा करना, निंदा करने वाला बात है। वो നമ്മൾ ദൈവവചനം പഠിപ്പിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. हमें जो प्रभु के वचन को सिखाने वाले लोगों को एक बात समझना चाहिए. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10:36 വായിക്കുന്നത് एक्ट्स 10 का प्रेरितों का कार्य उसका 10 का 36 में हम पढ़ते हैं. അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം, അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം കേട്ടോ. അപ്പോൾ അവിടുന്ന് ആരാണ്? അവിടുന്ന് എല്ലാവരുടെയും കർത്താവാണ്. അവിടുന്ന് എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു. उसका आखिरी पढ़ेंगे जब उसने यीशु मसीह के द्वारा जो सबका प्रभु है, हाँ, यीशु मसीह के द्वारा जो सबका प्रभु है, അവിടുന്ന് എല്ലാവരുടെയും കർത്താവാണ്. वो सबका प्रभु है. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. मैं एक बात बताना चाहता हूँ. ശിഷ്യന്മാർ പോലും ഒരിക്കലും യേശു എന്ന് പറഞ്ഞില്ല, അവർ കർത്താവെന്നോ ഗുരു എന്നൊക്കെയാ പറഞ്ഞത്. हमें हम देखते हैं कि चेले लोग भी उनका जीवन में देखे तो लोग ने कभी यीशु करके नहीं बुलाया, बल्कि उनको प्रभु या गुरु करके बुलाया था. നമ്മള് അതൊന്ന് അല്പമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. वो बस समझने के लिए मैं कहना चाहता हूँ. പിന്നെ അപ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പിന്നെ ഒരു കഴുതയെ അടിച്ചുകൊണ്ട് വരാനായിട്ട് വിട്ടപ്പോഴും പറഞ്ഞതിനറിയോ? हाँ, जब प्रभु ने अपने चेलों को एक गधे को छुड़ा कर लाने के देने के लिए कहते समय में प्रभु ने क्या कहा? നമ്മള് മത്തായി 21:3 വാക്യം. मत्ती का सुसमाचार 21 का 3, मैथ्यू 21:3. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട്, യേശുവിനല്ല കേട്ടോ, കർത്താവിന് ഇവയെ കൊണ്ട്. ആ നാട്ടിലൊക്കെ യേശു എന്നുള്ള പേരില്ല യഹൂദന്മാരുടെ മധ്യത്തിൽ പ്രസിദ്ധ. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞേച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് ആവശ്യമുണ്ടെന്ന് പറയാനല്ല പറഞ്ഞേ, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ, തൽക്ഷണം അവൻ അവയെ അയക്കും. यदि तुमसे कोई कुछ कहे तो कहना कि प्रभु को इनका प्रयोजन है, और तब वो तुरंत उन्हें भेज देगा. तो प्रभु का इसका जरूरत है करके देखो, यीशु खुद बोल रहे हैं. अभी उस समय में लोगों को यीशु कौन है करके मालूम है, क्योंकि यीशु बहुत फेमस आदमी था, लोगों को यीशु का नाम पे पहचान है, लेकिन वो नाम से नहीं यीशु बोलने के लिए बोल रहे हैं, प्रभु करके बोला, तब तुरंत वो लोग छोड़ देंगे. നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് നമ്മുടെ മധ്യത്തിൽ ആരും അങ്ങനെ പറയാറില്ല, എങ്കിലും ഞാൻ ഈ ആത്മീയ ഗോളത്തിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർപ്പിക്കുന്നേ ഉള്ളൂ. तो मैं ये हमारे बीच में तो ऐसा कोई नहीं बोलता, लेकिन ये आत्मिक दुनिया में, ये जो विश्वासी का ये दुनिया में जीते समय में बहुत सारे लोगों को मैंने ये बात देखा है, इस तरह की गलती ना करे, यही मैं बता रहा हूँ. ഇന്ന് അനേകരും അല്ലെ വലിയ സൗഖ്യമൊക്കെ പ്രസ്താവിക്കുന്ന എവിടെ യേശുവിന്റെ നാമത്തിലാണ്. പ്രിയമുള്ളവർ, ഇതെല്ലാം ഒരു വേറൊരു ആത്മാവാണ്, അത് നിങ്ങൾ ശക്തമായിട്ട് മനസ്സിലാക്കണം. तो इसके लिए आज जब चंगाई का सेवा भी आता है बोला, तो ये चंगाई का सारा सेवा किसके नाम से करते हैं? यीशु के नाम से कर रहा है. वास्तव में ये सब एक अन्य आत्मा, दुष्ट आत्मा के नाम से हो रहा है सब. ഇന്ന് അനേക പ്രസിദ്ധരായിരിക്കുന്ന, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എന്നാൽ നിങ്ങൾ അത് വിവേചിക്കുക. നിങ്ങളിൽ തന്നെ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ ആത്മാവ് ദുഃഖിക്കുന്നതായിട്ട് കാണാൻ കഴിയും. तो अगर आज दुनिया में जो बहुत प्रसिद्ध हुआ, जो बहुत इज्जत और नाम कमाया हुआ ये चंगाई का सेवा, मैं किसी का नाम नहीं लेना चाहता, लेकिन ये लोग का अगर आप सेवा देखो टीवी पे, इंटरनेट पे, ये सब आप देखते समय में आपका आत्मा खुद आपको गवाही देगा, आप शोकी दुख हो जाएंगे आप. കാരണം കർത്താവിനെ തുച്ഛീകരിക്കുന്ന ഒരു നിഹളത്തിന്റെ ആത്മാവിൽ വ്യാപരിക്കുക. क्योंकि परमेश्वर यीशु मसीह को लोग ठुकरा कर उनका स्वयं का अहंकार में वो लोग जी रहे हैं. കർത്താവിന്റെ ശിഷ്യന്മാരെ കർത്താവിനെ എന്നെ വിളിച്ചത്, प्रभु के चेले लोग ने प्रभु कैसे बुलाया? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? आप लोगों ने ध्यान दिया है क्या? ഒരിക്കലും ഈ യേശുവിനെ യേശു ഒരിക്കലും വിളിച്ചിട്ടില്ല, അവര് കർത്താവേന്നും ഗുരു എന്നൊക്കെ വിളിച്ചു. वो लोग ने ये यीशु को यीशु करके नहीं, लेकिन हमेशा भी वो लोग गुरु और ये प्रभु करके ही पुकारा है. അത് कർത്താവ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. अब प्रभु खुद मान रहा है. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 13-14 വാക്യം നമ്മൾ വായിച്ചാണ്. यूहन्ना का सुसमाचार उसका 13 अध्याय, उसका 13 और 14 जब हम पढ़ते हैं, കർത്താവ് പറയാണ്, प्रभु कहता है, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, तुम लोग मुझे गुरु और प्रभु करके बुलाते हो. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി, और मैं ऐसा ही हूँ और तुम जो बोल रहे हो वो सही है. ആദ്യം അവരെ വിളിക്കുന്നത് ഗുരുവെന്നും കർത്താവെന്നും ആണെങ്കിൽ കർത്താവ് ഒന്നുകൂടി തിരുത്തി പറയാണ്. तो वो लोग उनको गुरु और प्रभु करके बुलाकर भी प्रभु उनको एक बात बताता है. അവര് ആദ്യം സ്ഥാനം കൊടുത്തത് ഗുരുവിനും പിന്നെ കർത്താവിനും.
तो उन लोगों ने सबसे पहला स्थान गुरु को करके स्थान दिया और फिर प्रभु करके स्थान दिया है। അതിലും അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. उसमें भी अर्थ में भी फर्क है. അതുകൊണ്ട് കർത്താവ് പറയാണ്, फिर वाक्य 14 में प्रभु कहता है, കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴിയെങ്കിൽ. അപ്പോൾ ഞാൻ ആരാണ്? ഞാൻ കർത്താവുമാണ് ഗുരുവുമാണ്. मैं तुम्हारा प्रभु और मैं जो गुरु हूँ मैं तुम्हारा पैर धोता हूँ. 13 वाक्य में देखो उन लोग पहला चेले लोग हमेशा हे गुरु फिर कभी कभी हे प्रभु बुलाता था. वो बात को सिखाने के लिए, समझाने के लिए, सुधार लाने के लिए वाक्य 14 में बोलते हैं, प्रभु बोल रहा है कि देखो तुम मुझे प्रभु और गुरु बुलाते हो और मैं तुम्हारा पैर धोता हूँ. तो ये बात प्रभु ने उनको प्रभु बोलने का, प्रभुत्व का मूल्यता से समझा रहा है उधर. അപ്പോൾ അധികവും ഗുരു എന്ന് വിളിച്ചിരുന്നത് ഇസ്കറിയോത്ത യൂദാവാണ്. सबसे ज्यादा गुरु करके बुलाने वाला कौन था? यूदास इस्करियोत. ഇസ്കറിയോത്ത യൂദ ഒരിക്കലും കർത്താവ് എന്ന് വിളിച്ചിട്ടില്ല. यूदास इस्करियोत ने कभी भी उनको हे प्रभु करके नहीं बुलाया. അവൻ ചുംബനം കൊടുക്കാൻ വന്നപ്പോഴും പറഞ്ഞത് ഗുരു എന്ന് പറയണ്ട ചുംബനം കൊടുത്തു. वो चुम्बन देते समय में भी गुरु बोलकर ही चुम्बन दिया था. അപ്പൊ ഈ കർത്താവെന്ന് വിളിക്കണമെങ്കിൽ അതിൽ ഒരു യഥാർത്ഥ ആത്മാർത്ഥത, നമ്മൾ ഈ വെറുതെ ബുദ്ധിയിൽ കർത്താവ് കർത്താവ് എന്ന് പറയുന്നത് അല്ല. ഇന്നിപ്പോ പലരും കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിളിയൊന്നും അല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ആത്മാവിൽ നിന്നുള്ള വിളിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. तो ये कोई बुद्धिपूर्वक या चतुराई से बुलाने वाला बात नहीं है, हे प्रभु क्योंकि उन दिनों में हम देखते हैं आज भी बहुत सारे लोग हे प्रभु पुकारते हैं. लेकिन ये वैसा पुकार नहीं है, बल्कि आत्मा से का अधिकार से आत्मा में कहने वाला, सच्चाई से बुलाने वाला पुकार है ये. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടുകയും നമുക്ക് കർത്താവിനോട് കൂടുതൽ മഹത്വം കൊടുക്കാൻ ഇടയാകുകയും ചെയ്യും. അല്ലാത്തവർക്ക് ഒരു വേറൊരു റിബലിസ്മെന്റ് കേൾക്കുന്നവർക്ക് ഇതിനോട് എതിർക്കുന്ന അനേകരെ നമുക്ക് ഇത് കേട്ടതിന് ശേഷം കാണാൻ കഴിയും. तो अगर आप वास्तव में प्रभु के आत्मा में नियंत्रित होकर चल रहे हो तो ये बातें आपको सुनकर बहुत ही आश्वासन, ठंडक और एकदम खुशी देने वाला बात रहेगा. लेकिन इसके बीच में भी कुछ लोग ऐसे रहेंगे जो विरुद्ध आत्मा में या बलवा करने वाला आत्मा में अगर हम सुनेंगे तो ये सब बातें सुनकर गुस्सा आएगा. അവരുടെ കാര്യം നമുക്ക് വിട്ടേക്കാം. उनका बातें तो छोड़ दो, നമുക്ക് ഇത് ആത്മീയ മക്കൾക്കുള്ള ആത്മീയ സന്ദേശമാണ്. क्योंकि ये आत्मिक लोगों के लिए आत्मिक संदेश है. അപ്പോൾ അതേ യോഹന്നാൻ 13:25 പിന്നെ യോഹന്നാൻ ശിഷ്യനായ യോഹന്നാൻ കർത്താവിനോട് മാറോട് ചേർന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ അത് ആർ? അവിടെ പിടിക്കുന്നത് എന്താ? കർത്താവേ അത് ആർ? യോഹन्ना का सुसमाचार उसी 13 अध्याय में वाक्य 25 में भी जो യോഹन्ना है, जो प्रभु का बहुत प्रिय चेला था, वो भी प्रभु को टेकते हुए क्या कहता है कि हे प्रभु वो कौन है? Praise the Lord. നമുക്കറിയാം പിന്നെ തോമസ് ഒരല്പം കർത്താവിനെ ഒന്ന് കണ്ട് തൊട്ട് അനുഭവിച്ചാലേ കാരണം വിശ്വസിക്കുമെന്ന് പറഞ്ഞു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്. हम लोग थॉमस का विषय में अगर हम पढ़ेंगे तो थॉमस देखो जरा सा उसका अवस्था क्या हो गया, देखो वो कब विश्वास करेगा? मैं प्रभु को छूकर उसके घाव में उंगली डालेगा तो ही मैं विश्वास करेगा. ऐसा अवस्था में थॉमस पहुंच गया था. അപ്പോൾ കർത്താവ് അവന് വേണ്ടിയും വെളിപ്പെട്ടു. प्रभु देखो उसके लिए भी प्रकट हुआ. കർത്താവ് എത്ര സ്നേഹവാനല്ലേ. प्रभु कितना प्रेम करने वाला है. प्रिय അതാണ് നമ്മളെ പോലെ വാശിയൊന്നുമില്ല കേട്ടോ. प्रभु को हमारे जैसा जिद नहीं है. നമ്മളാണെങ്കിൽ ചെറിയ കാര്യത്തിന് എന്തുമാത്രം വാശി പിടിക്കും. हम लोग छोटे छोटे बातों के लिए कितना जिद पकड़ते हैं हम लोग. കർത്താവ് തോമസിനെ സ്നേഹിച്ചു. प्रभु तो थॉमस से भी प्रेम किया. തോമസ് ഇവിടെ ഉള്ളപ്പോൾ കർത്താവ് വന്നു. जब थॉमस चेलों के साथ था वही प्रभु वहां पर आया. അപ്പോൾ കർത്താവിനെ കണ്ടപ്പോൾ तभी थॉमस ने जब प्रभु को देखा, കർത്താവ് തോമസിനോട് പറയാണ്, प्रभु थॉमस से कहता है, തോമസ് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. वहां पर യോഹन्ना का सुसमाचार 20:27 में जॉन गॉस्पेल चैप्टर 20:27 में वहां पर कहता है, पढ़ेंगे हिंदी में, अपनी उंगली यहाँ लाकर मेरे हाथों को देख और अपना हाथ लाकर मेरे पंजर में डाल और अविश्वासी नहीं परंतु विश्वासी हो. അപ്പം നമ്മൾ ചിന്തിക്കണം അപ്പോൾ അവിടെ അതിന് ഉത്തരവായിട്ട് എൻ്റെ യേശുവേ, ചിലരെ വിളിയേക്കട്ടെ യേശുവേ, ആ വിളി കേട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്നേഹത്തിലെ. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ കർത്താവിനെ ഇതുവരെ കർത്താവായിട്ട് അറിഞ്ഞില്ലല്ലോ. तो ये इतना बड़ा अवस्था को जब थॉमस देखने के बाद वो देखकर थॉमस क्या बोल रहे हैं, ए मेरे यीशु. आज लोगों को देखो यीशु का नाम को पुकारते समय में ए यीशु कितना दबते हुए, कितना दर्द से वो लोग पुकारते हैं. उनका वो यीशु का नाम सुनकर ऐसा लगता है कि सच्चा भक्त तो यही है करके. लेकिन वास्तव में आपने यीशु को प्रभु का अनुभव आपने दर्जा दिया है क्या? ये प्रभुत्व का अनुभव आपने कभी समझा है क्या? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നാമയുടെ കൂട്ടരുടെയൊക്കെ ഈ മീറ്റിങ്ങുകൾ, കൺവെൻഷൻ മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, അവർ വിളിക്കുന്നറിയോ, യേശുവേ. എടാ, നീ നീട്ടി വിളിച്ചത് കൊണ്ടോ ഈ വിളിയോണ്ടൊന്നും സ്വർഗത്തിലേക്ക് ഈ വിളിയൊന്നും എത്തിയാലോ കേട്ടോ. तो आप लोग जब नामदारी लोगों का कन्वेंशन, क्योंकि आज यूट्यूब में ये सब स्टोरी पड़ा है, ये लोग सबका बस उधर का कन्वेंशन और मीटिंग में जाकर देखना, वो लोग ऐसा भर के हे यीशु
करके बोल के एक लंबा पुकार देते हैं, हे प्रियो, इस तरह लंबा पुकार कर स्वर्ग में वो पुकार जाएगा नहीं। ഇതുപോലെ ചില വിശ്വാസികളെന്ന് പറയുന്ന ഗ്രൂപ്പുകളുണ്ട്. ഞാൻ ആരും പേരെടുക്കുന്നില്ല. പക്ഷേ അവരും ഇതുപോലെ യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ വാസ്തവത്തിൽ ധാരടിക്കുന്ന നിലയിൽ തുച്ഛീകരിച്ചുകൊണ്ട് അവരെ തന്നെ സ്വയം ഉയർത്തിക്കൊണ്ട് ഉള്ള പ്രഭാഷണങ്ങൾ ധാരാളം കേൾക്കാൻ കഴിയും. आज भी बहुत सारे विश्वासियों का झूठ में भी, मैं किसी का नाम लेना नहीं चाहता, लेकिन उधर भी उन लोग अवस्था देखो, सिर्फ यीशु यीशु बोलकर, बार बार यीशु यीशु बोलकर यीशु मसीह को जो प्रभुत्व का अधिकार है, जो सही इज्जत और दर्जा उनको देना चाहिए, वो ना देते हुए यीशु का नाम को तुच्छ कर कर अपना महिमा, अपना बड़ापन दिखाकर अपने आप को बड़ा कर कर उन लोग का भाषण और प्रचार उस रीति में रहता है. ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഇവിടെ തോമസ് എന്താ പറയുന്നത് അറിയോ? इधर लेकिन इतना बड़ा अनुभव होने के बाद थॉमस देखो क्या कहता है. ആ കർത്താവിന്റെ ശിഷ്യൻ പറയുന്നത് അതിന്റെ 28-ാം വാക്യത്തിൽ, उसका 28 में തോമസ് അവനോട്, ഇവിടെയൊക്കെ അവരുടെയൊക്കെ പേര് നമ്മള് തോമസ് ലിയ എന്ന് പറയും, അപ്പോസ്തലനായ തോമസ് എന്ന് പറയും. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ പ്രയോഗത്തിൽ മാത്രം ഞാൻ പറയാം. എന്നാൽ ആ രീതിയിൽ പോലും യേശു എന്നുള്ള പ്രയോഗം നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റില്ല. तो इधर देखो, हम लोग अभी थॉमस बोलते समय में खास थॉमस, चेला थॉमस या प्रेरित थॉमस, वो सब बोलते समय में यहाँ पर बस वो थॉमस का वर्णन के विषय में है. वो लोग जब वो सेवा करते समय में भी वो लोग ने कभी भी यीशु करके नहीं पुकारा. ജാതികളായിട്ടുള്ള ഒരു യേശു എന്ന് പറഞ്ഞിട്ടുണ്ട്. जाति लोग जो है उन लोगों ने यीशु बोला है, എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാർ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. लेकिन प्रभु के चेले अब देखते हैं, वो लोग कभी भी वो लोग ने उस तरह का नाम नहीं पुकारा. അത് നിങ്ങൾ വേദപുസ്തകം പഠിക്കണം. उस विषय के लिए आप वचन को पढ़ना है. തർക്കിക്കാൻ വേണ്ടി ചില ഭാഗങ്ങൾ ചില രീതിയിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ചിലരെടുത്തുകൊണ്ട് വരും. അതൊന്നും അല്ല പ്രിയമുള്ളവരെ ആത്മാവിന്റെ പിന്നെ ആ സ്നേഹത്തിലുള്ള പ്രവർത്തനങ്ങൾ. कभी कभी क्या होता है, ये आर्गुमेंट करने के लिए, तर्क करने के लिए कुछ लोग यीशु नाम का जिधर भी यीशु करके लिखा है वो सब भागों को लेकर, अभी उसका अर्थ अलग है, अलग अलग कंटेक्स्ट में बातों में लिखा है, लेकिन वो सब बातों को लेकर बस झगड़ा करने के लिए, तर्क करने के लिए जानबूझकर वो लोग आते हैं. प्रियो, ऐसा ना करें, बल्कि आत्मा में आधीन होकर वो बात को समझे, वो किस उद्देश्य में वहां पर यीशु लिखा है वो बात समझ के आत्मा में रहो. അതിന്റെയൊക്കെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. क्योंकि उस सब का कॉन्टेक्स्ट और उसका उद्देश्य वहां पर यीशु क्यों बोला गया है, यीशु क्यों पुकार रहे, उसका बातें अलग है. वो എന്നാൽ ഇവിടെ തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറയും. എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളവേ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, തൻ്റെ ആ പിന്നെ തെറ്റ് താൻ സമ്മതിച്ചുകൊണ്ട് താൻ നിലവിളിക്കുക, എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളവേ. तो थॉमस अपना गलती का एहसास करके वो क्या बोलते हैं 28 में, हे मेरे प्रभु, हे मेरे परमेश्वर. देखो, हे मेरे प्रभु और हे मेरे परमेश्वर, इस तरह वो विलाप में होकर प्रभु यीशु को सही रीति का दर्जा देकर, प्रभुत्व देकर हे मेरे प्रभु बोलकर उसने पुकारा. നമ്മള് ഇന്നലെയും വായിച്ചപ്പോൾ ഞാൻ ഭാഗം വായിപ്പിക്കുകയുണ്ടായി. कल भी हम लोग एक भाग को हम पढ़े थे. നമ്മൾ ഒന്ന് വരുന്നത് 8-ാം അധ്യായത്തിന്റെ 6-7 വാക്യമാണ്. पहला कोरिन्थी उसका 8वां अध्याय उसका 6 और 7 हमने पढ़ा था. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. एक ही पिता परमेश्वर है അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. और वो യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന ഏക കർത്താവ്, അവിടുന്ന് ഏക കർത്താവാണ് പ്രിയമുള്ളവരെ. അവർക്ക് മാത്രം ഏക കർത്താവാണ്. അവനുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാവുമാകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ഈ അറിവില്ലാതിരിക്കുന്നത് വലിയൊരു വഞ്ചനയാണ് പ്രിയമുള്ളവരെ. हाँ, पढ़ेंगे 8 और 8 का 6 और 7 पहला कोरिन्थी. तो वे हमारे लिए तो एक ही परमेश्वर है, हाँ. अर्थात पिता, जिसकी ओर से सब वस्तुएं है, हाँ. और हम उसी के लिए है, हाँ. और एक ही प्रभु है, हाँ. अर्थात यीशु मसीह. देखो, एक ही प्रभु है अर्थात यीशु मसीह. वो यीशु मसीह हमारे लिए एक ही प्रभु है. आगे, जिसके द्वारा सब वस्तुएं हुई, हाँ. और हम भी उसी के द्वारा है. हाँ, और 7 का शुरुआत भी. पर सबको यह ज्ञान नहीं. देखो, ये बात का सबको ज्ञान नहीं है, मतलब ये बात का ज्ञान मिलना ही कितना भाग्य अवस्था है. നമ്മൾ അത് മനസ്സിലാക്കണ്ടേ. ये बात आपको समझना है. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്നത് പോലെ കാണുന്ന ഈ യേശുവിൻ്റെ നാമം മാത്രം പറഞ്ഞുകൊണ്ട് സൗഖ്യങ്ങളും പിന്നെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നവർ വാസ്തവത്തിൽ അവർ ക്രിസ്തു വിരോധികളുടെ ആത്മാവാണ് അവരിൽ വ്യാപരിക്കുന്നത് നമുക്ക് വ്യക്തമായും കാണാൻ കഴിയും. इसके लिए आज ये दुनिया में जो यीशु के नाम से चंगाई करते, यीशु के नाम में अद्भुत और वीर कार्य करने वाले लोग के अंदर वास्तव में एक मसीह विरोधी का आत्मा कार्य कर रहा है करके ये बात हम वचन के द्वारा समझ सकते हैं. അവര് പിതാവായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെ ഒക്കെ അംഗീകരിക്കുന്നവരെന്ന് പറയുന്നുണ്ടാകാം. वो लोग सब बोलते होंगे कि एक ही जीवित है स्वर्गीय परमेश्वर है जो हमारा पिता है और उनका पुत्र एक यीशु मसीह है. ये सब बातें वो लोग मानते रहेंगे. അവർ ത്രിയേക
ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി. वो लोग त्रिएक परमेश्वर पे विश्वास करने वाले लोग भी रहेंगे. നാമധേയ ക്രിസ്ത്യാനികളെല്ലാം ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. नामधारी विश्वासी लोग में देखा जाए तो वो लोग सब त्रिएक परमेश्वर पे ही विश्वास करते हैं ना. എന്നാൽ അവരിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടോ? लेकिन क्या उनके अंदर मसीह का आत्मा है क्या? ക്രിസ്തുവിന്റെ ആത്മാവിൽ ഉണ്ടെങ്കിൽ അവരെ വെറും കർത്താവിനെ യേശുവായിട്ട് മാത്രം പറയാൻ കഴിയുമോ? अगर वास्तव में प्रभु का आत्मा अगर उनके अंदर रहते समय में क्या उन लोगों को यीशु को सिर्फ व्यर्थ में यीशु बुला पाएंगे क्या? प्रभु करके पुकारेंगे ना. അവിടത്തേക്ക് മഹത്വം കൊടുക്കാൻ കഴിയാത്ത വ്യക്തികളെ കുറിച്ച് നമ്മൾ 1 യോഹന്നാൻ 2:22 വാക്യം വായിക്കുമ്പോൾ पहला യോഹന്നാൻ 2:22 में जो प्रभु को महिमा नहीं दे सकते उनके विषय में कहता है. पहला യോഹന്നാൻ 2:22 ഇവിടെ പറയുന്നത് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാകുന്നു പിതാവിനെയും. അപ്പോൾ ഇവിടെ പറയുന്നത് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ പ്രവർത്തികളിലൂടെ അവരുടെ സംസാരത്തിലൂടെ അവർ നിഷേധിക്കുക. पढ़ेंगे. झूठा कौन है? हाँ. केवल वह जो यीशु के मसीह होने से इनकार करता है. हाँ, तो ये लोग इनकार कर रहे हैं. मतलब उनका कार्यों में, उनका बोली में, उनका शब्द में, उनका सब बातों में यीशु जो मसीह है, जो प्रभु है, ये बात का इनकार उनका होठों से नहीं निकलता. वो इनकार करते हैं वो लोग. അപ്പോൾ അവര് യേശുവിനെ കർത്താവായിട്ടൊക്കെ പറയും. यीशु प्रभु है करके बोलते हैं. എന്നാൽ അവിടെ ആ പ്രാർത്ഥന ശ്രദ്ധിച്ചു, അവിടെ ആ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. യേശുവിന്റെ നാമത്തിൽ പ്രിയമുള്ളവരെ, അവരാണ് വാസ്തവത്തിൽ കർത്താവിനെ നിഷേധിക്കുന്നവർ. तो उन लोग कभी कभी बोलते समय में उन लोग बस ऐसे बताते यीशु प्रभु है करके, लेकिन उनका प्रार्थना में देखो यीशु के नाम से वो लोग प्रार्थना खत्म करते हैं. उनका सारा क्रिया को देखो, सेवा को देखो, यीशु के नाम से ऐसा करता हूँ, यीशु के नाम से, सब यीशु के नाम से ही होता है खाली. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് തീത്തോസ് 1:14 പറഞ്ഞിരിക്കുന്നത്. उनके विषय में तीतोस 1:16 या तीतोस 1:16 അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. നോക്കണം, അവർ ദൈവത്തെ അറിയുന്നു, അവർക്ക് ഭയങ്കര പാണ്ഡിത്യം ഉണ്ടെന്ന് പറയണം, വലിയ ജ്ഞാനികള് വേദശാസ്ത്രികളാണെന്ന് പറയുന്നത്. പക്ഷേ അവരുടെ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരും ആകും. वे कहते हैं कि हम परमेश्वर को जानते हैं, पर अपने कामों से उसका इनकार करते हैं. देखो वो लोग कहते हैं कि वो लोग परमेश्वर को जानते हैं. मतलब क्या, मैं बहुत डिग्री हासिल किया है, मेरे ये सब, मैं वेद पंडित हूँ, मैंने बहुत बड़ा शास्त्र पढ़ा है, बाइबल का ऐसा किया है, वैसा किया है. ये सब बातें की जानकारी देकर बोलते हैं कि वो लोग परमेश्वर को जानते हैं करके, लेकिन वास्तव में लोगों ने निंदा किया. आगे, क्योंकि वे घृणित और आज्ञा न मानने वाले हैं और किसी अच्छे काम के योग्य नहीं. देखो, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു. तो इसलिए हमें एक बात समझना है, क्या वास्तव में हमने प्रभु का आत्मा पाया है क्या? ഇവര് വലിയ കൃപാവരങ്ങളെ കുറിച്ചൊക്കെ പറയും, പക്ഷേ അവർക്ക് ആത്മാവില്ല. लेकिन ये लोग बड़ा आत्मा का वरदान के बारे में, आत्मा का सामर्थ्य के बारे में, ये सब बातें वो लोग अच्छे से एक्सप्लेन करके बताएंगे, लेकिन आत्मा उनको नहीं मिला है. അതാ എനിക്ക് വലിയ അത്ഭുതം. ये मेरे लिए बहुत आश्चर्य लगता है. ഈ ശരിക്കും പരിശുദ്ധാത്മാവിലുള്ള യാതൊരു ഫലവും ഇല്ലാതെ വരത്തെ കുറിച്ചൊക്കെ ഇവർ ഭയങ്കരമായിട്ട് പഠിപ്പിക്കാൻ വരും. मतलब आत्मा का फल का विषय का कोई भी गुण उनके अंदर नहीं है, लेकिन आत्मा का वरदान के बारे में एकदम गहराई से उन क्लास देकर बताते हैं. എന്റെ പ്രിയ ദൈവമക്കളെ, ദൈവം വരത്തേക്കാൾ അധികം നമ്മളിൽ നോക്കുന്നത് ഫലമാണ്. इसलिए हे प्रिय प्रभु परमेश्वर आत्मा का वरदान से भी सबसे अधिक आत्मा का फल को देखता है. നമുക്ക് വരം നൽകിയിരിക്കുന്നത് നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണ്. हमें वर क्यों मिला गया है, या ये सब बातें क्यों है, ताकि हम लोग मसीह को दूसरों पे बांट सके, पहुंचा सके. നമുക്ക് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാവ് വരങ്ങൾ പകുത്ത് കൊടുത്തിട്ടുണ്ട്. हमें नया जन्म पाया हुआ हर एक विश्वासियों के अंदर परमेश्वर ने आत्मा का वरदान उनको दिया है. നമുക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങളെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. और आत्मा का वरदान के विषय में हमें कौन सा वरदान मिला है, ये बात का जानकारी होना जरूरी है. അതൊക്കെ ആത്മീയ വരങ്ങൾ എന്നുള്ള വിഷയത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അത് വളരെ വിശദമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അത് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യം. और उस आत्मा का वरदान के विषय का एक क्लास जब आएगा, उसमें हम लोग उस विषयों को हम लोग लेंगे, एकदम स्पष्ट रूप में अर्थपूर्वक हम लेंगे. എന്നാൽ ഞാൻ വളരെ ലളിതമായിട്ട് പറയട്ടെ. लेकिन अभी मैं एकदम आसानी से बताना चाहता हूँ, നമുക്ക് ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു എന്നുള്ള ഉറപ്പുണ്ടോ? क्या आज मुझे उस बात का पक्का निर्णय है, निश्चय है क्या मुझे प्रभु का आत्मा मुझे मिल चुका है? ചില കൂട്ടങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ആത്മാവിനെ പ്രാപിക്കണമെങ്കിൽ അതിന് നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. कुछ झूठ ऐसा सिखाते हैं, अगर आत्मा को अगर प्राप्त करना है तो उसके लिए इंतजार करना पड़ेगा, प्रार्थना करना पड़ेगा, उपवास करना पड़ेगा, तपस्या करना पड़ेगा. ഇത് നമ്മൾ കസരത്ത് ചെയ്ത് പ്രാപിക്കുന്നതല്ല. हम लोग आत्मा को कोई हम लोग हमारा कसरत या हमारा मेहनत से प्राप्त करने वाला बात है नहीं आत्मा. നിങ്ങളത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ये बात आपको स्पष्ट से समझे. നമ്മൾ എപ്പോഴാണ്, നമ്മൾ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആത്മാവിനെ ലഭിക്കുന്നത്
ലഭിക്കുന്നത് നമ്മൾ അറിയണം. हमें हमारा नया जन्म का अवस्था, हम कब आत्मा को प्राप्त करते, ये सब बातें अच्छी तरह से जानना चाहिए. നമുക്ക് ഇന്ന് അല്പസമയം കൂടെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുക. आज भी थोड़ा समय में लेना चाहता हूँ. കാരണം ആത്മാവിനെ ലഭിക്കുന്നത് ഒരിക്കലും നമ്മുടെ കസരത്ത് കൊണ്ടേ അല്ല. क्योंकि आत्मा को प्राप्त करना, आत्मा को मिलना, ये हमारा मेहनत या कसरत की वजह से नहीं है. അതിനെക്കുറിച്ച് കർത്താവ് ദൈവത്തിന്റെ വചനത്തില് നമുക്കറിയാം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 39-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ആത്മാവ് എങ്ങനെയാണ് ലഭിക്കുന്നത്. യോഹന്നാ 7:39 में हम पढ़ते हैं. യോഹന്നാ 7:39. उसने यह वचन पवित्र आत्मा के विषय में कहा जिसे उस पर विश्वास करने वाले पाने पर थे. അപ്പോൾ ഇവിടെ വായിക്കുന്നത് അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. തന്നിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവെന്ന്. तो ये कौन सा आत्मा के बारे में? ये पवित्र आत्मा के बारे में जो उन पर विश्वास करने वालों को मिलने वाला था. അപ്പോൾ നമുക്ക് കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രാപിക്കണം. तो इसके लिए अगर हम प्रभु को विश्वास कर रहे हैं तो हमें ये मिलेगा. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് അത് ലഭിക്കുന്നത്. विश्वास करने वालों को ये मिलता है. നമുക്കറിയാം പിന്നെ അപ്പോസ്തലന്മാര് എഫേസോസിൽ ഇങ്ങനെ പോയപ്പോൾ നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. हम लोग प्रेरित लोग जब वो लोग एफेसोस में जाते समय में प्रेरितों का कार्य 19वां अध्याय में वहां पर एक घटना को आप देखते हैं. അവിടെ പൗലോസ്ലീഹ പിന്നെ ചില ശിഷ്യന്മാരെ കണ്ടു. वहां पर प्रेरित पौलुस ने कुछ चेलों को देखा. അപ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? तो उधर उसका 19:2 में वहां पर पौलुस पूछता है कि तुम्हें आत्मा को कैसा प्राप्त किया? विश्वास करने के द्वारा तुमको आत्मा मिला क्या? വിശ്വസിച്ചിട്ട് പ്രാപിച്ചോ എന്ന് ചോദിക്കാൻ കാരണം ഇവർ യഥാർത്ഥ വിശ്വാസികളാണെന്ന് അറിയാൻ വേണ്ടിയാണ്. तो विश्वास करके आत्मा प्राप्त किया है क्या? इस तरह का सवाल क्यों पूछा? क्या वो लोग सच्चा विश्वासी है क्या नहीं जानने के लिए? കാരണം അവര് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്നില്ല, ഒരു യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. क्योंकि वास्तव में वो लोग यीशु के चेले नहीं थे, वो लोग यूहन्ना बपतिस्मा देने वाले के चेला था. അപ്പോൾ അവിടെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അവര് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് കൂടെ इല്ല. तो वो लोग उसका जवाब क्या मिला? वो लोग पवित्र आत्मा कौन है करके ये बात का विषय में हमने कभी सुना भी नहीं. അപ്പോൾ അവർക്ക് ശിഷ്യന്മാർക്ക് മനസ്സിലായി അപ്പോൾ ഇവര് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരല്ല. കാരണം അങ്ങനെ ശിഷ്യന്മാരായിരുന്നെങ്കിൽ കർത്താവ് പഠിപ്പിച്ചതുപോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ സ്നാനമേറ്റേനെ. ഉടനെ പൗലോസിനെ അവിടെ ചോദിച്ച അടുത്ത ചോദ്യം, പിന്നെ നിങ്ങളുടെ സ്നാനമേതായിരുന്നു? तो तभी पौलुस को और बाकी चेलों को मालूम पड़ा कि ये लोग यीशु के साथ के चेले नहीं है. इसलिए तुरंत, क्योंकि अगर प्रभु के साथ रहता तो प्रभु उनको बातें सिखा भी लेता था और बपतिस्मा के बारे में पिता पुत्र पवित्र आत्मा के नाम में बपतिस्मा के बारे में सिखाकर वही वो लोग प्राप्त करते थे. इसलिए पौलुस फिर से उनको अगला वाक्य 3 में सवाल पूछता है. देखो, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? और फिर तुम्हारा कौन सा बपतिस्मा था? ഇന്ന് സ്നാനത്തിന്റെ മേലെയൊക്കെ എന്തുമാത്രം വാദവാദം അറിയോ? आज बपतिस्मा का विषय में ही कितना चर्चा होता है और तर्क विरुद्ध होता है. ദൈവമക്കളെ, ഇതൊക്കെ വെറും അജ്ഞതയാവട്ടോ. ये सब अज्ञानता की वजह से प्रयोग. യേശുവിന്റെ നാമത്തിൽ ശരിയാ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലെല്ലാം വായിച്ചു കഴിഞ്ഞാല് അവിടെ ഒന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിന്നോ അല്ലെങ്കിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിന്നോ പേരില്ലാതെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെറുതെ വെള്ളത്തിൽ മുക്കിയെന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞൊരു സാറെന്ന് പറഞ്ഞാല് ഈ സ്നാനത്തിന് പിന്നാലെ എത്ര പേര് കടുപിടി കൂട്ടാന്നറിയോ? तो आप लोग ये बात तो सच है. प्रेरितों का पुस्तक में पढ़ते समय में यीशु का नाम का बपतिस्मा, प्रभु यीशु मसीह का नाम का बपतिस्मा, या फिर बिना नाम लिखे बपतिस्मा, मतलब क्या डायरेक्ट बपतिस्मा डुबकी लगाओ, वैसा नहीं है प्रियो. लेकिन ये सब बात के पीछे का एक अर्थ है, एक उद्देश्य जो हमें समझना है, वो अर्थ के अनुसार ही हमें इसका विषय को लेना. लेकिन ये सब बातों को ऐसा उधर इधर का वाक्य लेकर इतना चर्चा करके लोग तर्क में घुसते हैं. പ്രിയമുള്ളവരെ, കർത്താവ് പഠിപ്പിച്ചതുപോലെ തന്നെയാണ് ശിഷ്യന്മാർ ചെയ്തത്. क्योंकि प्रभु ने उनको जैसा सिखाया वैसा चेलों ने किया. നമുക്കറിയാം മത്തായി 28:19 കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങൾ പോയി മറ്റുള്ളവരെ ശിഷ്യരാക്കിയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൊടുക്കാനെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ ശിഷ്യന്മാർക്ക് അധികാരമോ शिष्यमार അങ്ങനെ ചെയ്യുകയോ ചെയ്യുമോ? तो इसलिए मत्ती का सुसमाचार उसका 28वां अध्याय वाक्य 19 में पढ़ते समय में प्रभु ने क्या कहा, तुम जाओ संसार में और लोगों को चेला बनाओ और पिता पुत्र पवित्र आत्मा के नाम में तुम उनको बपतिस्मा दो करके। जब प्रभु ने ऑलरेडी चेला को ये बात सिखाया है तो क्या चेले लोग अभी अपना मर्जी से उस पे कुछ बातों को जोड़कर या कुछ बातें कम कर या अपना तरीके से कुछ सिखाकर करेंगे क्या? जो प्रभु सिखाया वही करेंगे ना। കാരണം ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവം ഇല്ലെന്ന യോഹന്നാൻ യോഹന്നാൻ നമ്മളെ 2 യോഹന്നാൻ 9 ഭാഗത്തിൽ വായിപ്പിക്കുന്നത്। दूसरा यूहन्ना 9 में पढ़ते समय में जो प्रभु का उपदेश का वो रेखा को पार करके चला गया उसमें प्रभु नहीं है करके यूहन्ना बोलता है। നിങ്ങൾ ശ്രദ്ധിക്കണേ, आप लोग ध्यान देना।
ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. दूसरा यूहन्ना 9 पढ़ेंगे। जो कोई मसीह की शिक्षा से आगे बढ़ जाता है और उसमें बना नहीं रहता, उसके पास परमेश्वर नहीं. അപ്പൊ പിന്നെ ശിഷ്യന്മാര് കർത്താവ് പഠിപ്പിച്ചതുപോലെ അല്ലാതെ ചെയ്തെന്ന് പറയുന്നതിനകത്ത് അങ്ങനെ ചിന്തിക്കുന്നത് പോലെ എത്ര തെറ്റിദ്ധാരണയാണ്. അവര് നമ്മള് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ വഞ്ചിക്കല്ലേ. तो फिर चेले लोग ने जैसा प्रभु ने सिखाया है वैसा वो लोग ना कर कर अपना खुद का रीति से वो लोग सिखाकर बपतिस्मा दिया, ये सब बातें किया, बोला, वो सिर्फ कितना बड़ा गलत फहमी है, धोखा देने वाला बात है ना. वो लोग जब अभी के लोग जब वचन को पढ़कर वो लोग अपना आधार में सिखाकर लोगों को धोखा देने वाला रीति में समझाते हैं, इसलिए लोगों को शक होता है. അപ്പൊ ഈ യഥാർത്ഥ വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ലാതെ, ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിക്കാതെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാത്തവരെ ഏത് നിലയിലും വട്ടം കളിപ്പിക്കാൻ പറ്റും. इसके लिए जो वास्तव में नया जन्म नहीं प्राप्त किया है, जिसको नया जन्म का अनुभव नहीं है, जिसको पवित्र आत्मा का अनुभव या उनमें नहीं रहने की वजह से वो लोगों को किसी भी तरह से घुमाकर बहला फुसलाकर लेके जा सकता है. വീണ്ടും ജനനം സ്നാനമാണെന്ന് പഠിപ്പിക്കുന്ന പിന്നെ വിശ്വാസ കൂട്ടമുണ്ട്. एक ऐसा झूठ भी है जो कहता है कि नया जन्म पाना है तो बपतिस्मा देना पड़ेगा. വീണ്ടും ജനനം സ്നാനമല്ല, नया जन्म बपतिस्मा नहीं है. വീണ്ടും ജനിച്ചവർക്കാ സ്നാനം. जो नया जन्म प्राप्त किया है उनके लिए बपतिस्मा. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും മനുഷ്യനെ ഇട്ട് വഞ്ചിച്ച് അവരെ ദൈവമില്ലാത്തവരായി നിത്യാഗ്നിയിലേക്ക് പറഞ്ഞയക്കരുതേ. तो इसके लिए हम लोग इस तरह अज्ञानता की वजह से, लोगों को सही रीति से जानकारी ना होने की वजह से इधर का बात है उधर, उधर का बात है इधर बोलकर लोगों को आग का दंड का नरकियों के दंड में मत लेकर गिराना. ചിലര് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച് സ്നാനപ്പെട്ടവരെ വീണ്ടും ആത്മാവില്ലെന്നും പറഞ്ഞുകൊണ്ട് ആത്മാവിനെ പ്രാപിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ കാത്തിരിക്കാൻ പഠിപ്പിക്കുക. हाँ, कुछ लोगों को क्या है, वो लोग ने नया जन्म पाया, बपतिस्मा लिया, कलीसिया में संगति करते हैं, लेकिन क्या बोलता है, आत्मा प्राप्त करने के लिए अभी तुमको इंतजार करना पड़ेगा बोलकर इस तरह का गलत शिक्षण देते हैं. ഇതെല്ലാം വചനവിരുദ്ധമായ ഉപദേശങ്ങളാണ്. ये सब वचन के विरुद्ध का शिक्षण है, जो वचन के खिलाफ है. प्रियो, യഥാർത്ഥമായി നിങ്ങൾ സുവിശേഷം കേട്ട് ദൈവവചനത്താൽ വീണ്ടും ജനിച്ചുവെങ്കിൽ, अगर वास्तव में आपने सुसमाचार सुनकर वो सुसमाचार को सुनने का और विश्वास करने के आधार पर आपका नया जन्म हुआ है तो, കാരണം വീണ്ടും ജനനം ദൈവത്തിന്റെ വചനത്താലാണ്. क्योंकि नया जन्म प्रभु के वचन के द्वारा है. ആ വചനത്താലുള്ള വീണ്ടും ജനനത്തിനാണ് ആത്മാവിലുള്ള വീണ്ടും ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത്. वो वचन के द्वारा जो नया जन्म को ही आत्मा के द्वारा नया जन्म के बारे में कहा गया है. ഞാനിത് വെറുതെ പറഞ്ഞു പോകല്ല. मैं इसी व्यर्थ में नहीं कह रहा. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിൽ കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ യാഥാർത്ഥ്യം, ആ വീണ്ടും ജന്മം ദൈവവചനത്താലാണെന്ന് മറക്കരുത്. हाँ, तो उधर वहां पर यूहन्ना का सुसमाचार 3 अध्याय वाक्य 5 में जो आत्मा के द्वारा पानी के द्वारा नया जन्म नहीं होगा उसका वो राज्य में प्रवेश नहीं करेगा बोलते समय में उधर प्रभु का वचन के बारे में बोला गया है. അപ്പോൾ അതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 4:15 പൗലോസ് എന്താ പറഞ്ഞേ? अगर उसमें शक है तो 1 कोरिन्थी 4:15 में पौलुस क्या कहता है? കൊരിന്ത സഭയോട് പറയാണ്, ഞാനാണ് നിങ്ങളുടെ ആത്മീയ പിതാവ്, നിങ്ങൾക്ക് വിശേഷത്താൽ ഞാൻ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു. तो वहां पर पौलुस कहता है कि मैं तुम्हारा आत्मिक पिता हूँ. और पढ़ेंगे 4:15. क्योंकि यदि मसीह में तुम्हारे सिखाने वाले 10,000 भी होते तो भी तुम्हारे पिता बहुत से नहीं, इसलिए कि मसीह यीशु के में सुसमाचार के द्वारा मैं तुम्हारा पिता हुआ. അപ്പോൾ എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. तो कितना स्पष्ट रूप में वो लिखा गया है. യേശു ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ വിശേഷത്താൽ ജനിപ്പിച്ചത്. तो यीशु मसीह का वो सुसमाचार के द्वारा के द्वारा तुम्हारा जन्म हुआ है. അപ്പോൾ വീണ്ടും ജന്മം എങ്ങനെയാണ്? तो नया जन्म कैसा हो रहा है? സുവിശേഷത്താൽ, सुसमाचार के द्वारा, ദൈവത്തിന്റെ വചനത്താൽ, प्रभु के वचन के द्वारा. അതുതന്നെയല്ലേ കർത്താവിന്റെ അർത്ഥ സഹോദരനായ യാക്കോബ് തന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. वही भी याकूब का पुस्तक 1:18 में भी याकूब ये कहता है, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദിഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 1:18 पढ़ेंगे. उसने अपनी इच्छा से हमें सत्य के वचन के द्वारा उत्पन्न किया. सत्य वचन के द्वारा उत्पन्न किया. ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, ദൈവവചനത്താലാണ് വീണ്ടും ജനനം. ये प्रियो, इसलिए ये शक्त रीति में सही रीति से आप समझे, प्रभु का वचन के द्वारा है नया जन्म. ഇനി നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയത്തെ മുഴുവൻ അറുത്തു മുറിക്കുന്ന ഒരു ശബ്ദം പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്. अभी इसके बाद भी अगर कोई शक है तो पूरा शक को पूरा रीति से काटकर अलग करके बिना शक उत्पन्न होने का स्पष्ट रीति में लिखा हुआ पत्रोस में हम पढ़ते हैं. 1 പത്രോസ് 1:23. पहला पत्रोस 1:23. കെടുന്ന ബീജത്തിലല്ല കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്ന
നടക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നോക്കണം, ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. पढ़ेंगे क्योंकि तुमने नाशवान नहीं पर अविनाशी बीज से परमेश्वर के जीवित और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है. देखो वचन के द्वारा नया जन्म पाया है. അപ്പോൾ ദൈവവചനത്താൽ തന്നെ അതിനൊരു സംശയമില്ല. तो अभी वचन के द्वारा ही नया जन्म हुआ, अभी इसमें कोई शक या संदेह नहीं है. അപ്പോൾ ഈ വചനം എന്ന് പറഞ്ഞാൽ എന്തുവാ? वचन मतलब क्या है? വചനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ 6:63 में യോഹन्ना ने क्या कहा वो आप देखेंगे. കർത്താവ് പറഞ്ഞ വാക്യമാണ്, प्रभु ने बोला हुआ बातें हैं. 6:63 6:63 में അവിടെ എന്താ പറഞ്ഞേ? वहाँ पर क्या देखते हैं? आत्मा तो जीवनदायक है, शरीर से कुछ लाभ नहीं. जो बातें मैंने तुमसे कही है वे आत्मा है और जीवन भी है. അപ്പോൾ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. तो जीवन देने वाला तो आत्मा ही है, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. शरीर का कुछ फायदा नहीं है. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. जो वचन मैं तुमसे कहा है वो आत्मा है और वो जीवन है. आमीन. ദൈവമക്കളെ, നമ്മൾ വീണ്ടും ജനിക്കുന്നത് ദൈവവചനത്താലാണ്. इसलिए हे प्रियो, हम लोग नया जन्म होता है वचन के द्वारा. അപ്പോൾ ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ये वचन को जब हम स्वीकारते हैं നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു. हम लोग प्रभु का आत्मा के द्वारा नया जन्म होता है. ഇതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ये है वचन सिखाता है. ഈ ആത്മാവിൽ വീണ്ടും ജനിക്കുന്ന അതേ സമയം इस आत्मा में नया जन्म जब पाते समय में उसी समय में നമ്മൾ നടക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. हमारे उसी समय में होने वाला बहुत से बातें हमारे अंदर होता है. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ, ഏക കർത്താവ്. ഈ കാര്യം നമ്മൾ വിശേഷത്തിലൂടെ വിശ്വസിച്ച് നമ്മൾ നമ്മുടെ അധരങ്ങൾ കൊണ്ട് അത് അംഗീകരിക്കുമ്പോൾ നമ്മളിൽ നടക്കുന്ന കാര്യമാണ് യഥാർത്ഥമായിരിക്കുന്ന വീണ്ടും ജനനാനുഭവം. तो यीशु मसीह ही सच्चा उद्धार करता है और यीशु मसीह ही सच्चा प्रभु है करके ये बात का जब अंगीकार करते समय में होने वाला है अनुभव है नया जन्म का अनुभव जो हमारे अंदर होता है, जिसमें आत्मा भी है. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞു. ऐसा समय में क्या हो गया जब हमने यीशु को प्रभु बोलकर अंगीकार करके विश्वास करते समय में आत्मा हमारे अंदर आ चुका है. ഈ കർത്താവെന്ന് നിങ്ങൾ പറയുന്നതിന് മുൻപ് നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിലുള്ള വീണ്ടും ജനനം നടന്നു കഴിഞ്ഞു. हाँ, यहाँ हम लोग यहाँ थी अपने होठों से जब हम प्रभु बोलने से पहले ही हमारे अंदर नया जन्म का अनुभव पवित्र आत्मा के द्वारा हो चुका है. കാരണം നമ്മൾ 1:12-3 അവസാനം പറഞ്ഞു, ഈ യേശുവിനെ കർത്താവ് എന്ന് പറയണമെങ്കിൽ ആത്മാവിലല്ലാതെ കഴിയില്ല. यस, क्योंकि हमने पहला कोरिन्थियों 12:3 में हमने पढ़ा था अगर यीशु को प्रभु बोलना है तो हमारे अंदर आत्मा होना जरूरी है, क्योंकि बिना आत्मा का कोई यीशु को प्रभु नहीं बोल सकता. അപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ആ ക്ഷണത്തിൽ തന്നെ ആത്മാവ് നമ്മളിൽ വന്നു. तो इसके लिए सुसमाचार को जब विश्वास करते समय में ही आत्मा हमारे अंदर आ गया. ഈ ആത്മാവിൽ നമ്മൾ യേശുവിനെ കർത്താവ് എന്ന് പറയുന്ന ആ സമയം തന്നെ ചില കാര്യങ്ങൾ നടക്കും. അതാണ് ആത്മാവിലുള്ള മുദ്ര, ആത്മാവിലുള്ള അഭിഷേകം, ആത്മാവിന്റെ അച്ചാരം. तो इसके लिए आत्मा जब हम इस यीशु को जब हम प्रभु करके बुलाते समय में वो आत्मा हमारे अंदर आ गया और उस अनुभव में हम लोग नया जन्म पाते समय में उसी क्षण में होने वाला बातें हम देखते हैं कि आत्मा का छाप हमको मिलता है, आत्मा को बयाने में हमको मिलता है और अभिषेक हमको मिलता है. അത് മാത്രമല്ല केवल वो ही नहीं, ആത്മസ്നാനവും ലഭിക്കുന്നു. यहाँ तक कि आत्मा का बपतिस्मा भी मिलता है. ഇത് നമ്മൾ വിശദമായിട്ട് പഠിക്കണം. ये सब बातों को खास रूप में हमें पढ़ना है. ചില ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. कुछ लोग आत्मा बपतिस्मा के लिए इंतजार करते हैं, ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. आत्मा का अभिषेक के लिए इंतजार कर रहे हैं. തെറ്റിദ്ധാരണ തിരുത്തണം. ये सब गलत फहमी है जो हमें सुधारना है. നമുക്ക് രക്ഷിക്കപ്പെടുന്ന ആ സമയത്തിന് തിരുവചനത്തിലൂടെ അതിനെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. तो हमें उद्धार पाते समय में ये सब बातें मिलता है. ये वचन के आधार पर ये आप लोगों को स्पष्ट रूप में मैं आपको बताऊंगा. ഈ വചനത്തിൽ നിന്ന് നിങ്ങളെ ഇടത്തോട്ടോ വലത്തോട്ടോ ആരും തെറ്റിക്കരുത്. इसके लिए है प्रियो, वचन से आपको कोई दाया बाया गुबा फिरा कर ना गिराए. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അനുഭവമല്ല പ്രിയമുള്ളവരെ സത്യം. ये कोई अनुभव हमको जो मिला वो अनुभव नहीं है सत्य, ദൈവവചനം എന്ത് പറയുന്നുള്ള സത്യം, बल्कि परमेश्वर का जो वचन कहता है वो है सत्य. നമുക്കറിയാം. പിന്നെ അപ്പോസ്തലപ്രവൃത്തി 2:47 അവസാനം വായിക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. हम लोग प्रेरितों का कार्य उसका 2:49 का आखिरी बात में जो उद्धार पा रहे थे प्रतिदिन उनको कलीसिया में जुड़ते जा रहे थे. അപ്പോൾ കർത്താവ് സഭയോട് ചേർക്കുമ്പോൾ तो जब प्रभु लोगों को कलीसिया में जोड़ता रहता है, ഒരു കാര്യം മനസ്സിലാക്കണം, സഭ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. कलीसिया बोलते समय में प्रभु का शरीर है. അതിന്റെ അർത്ഥം സഭയോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരത്തോട് ചേർത്തു എന്നാണ്. तो प्रभु में जोड़ना मतलब कलीसिया में जोड़ना मतलब उनके शरीर में जोड़ना का मतलब है. അപ്പോൾ ശരീരത്തോട് ചേർക്കുമ്പോൾ तो जब प्रभु के शरीर में जब लोगों को जोड़ रहा ആ था, സമയം എങ്ങനെയാണ് ശരീരത്തോട് ചേർക്കുന്നതെന്നാ? वो कैसा शरीर में हम जुड़ गए? അത് ആത്മസ്നാനത്താല. वो आत्मा का बपतिस्मा के द्वारा है. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമായി മാറിക്കഴിഞ്ഞു. इसलिए जब हम नया जन्म पाते समय में उद्धार पाते समय में हम लोग पहले से ही प्रभु का शरीर का
अंग हो चुके हैं। നമ്മൾ 1 കൊരിന്ത്യർ 12:13 വായിക്കുന്നേ, पहला कोरिन्थियर 12:13 में हम पढ़ते हैं, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിന് പാനം ചെയ്തുമിരിക്കുന്നു. पढ़ेंगे। हम सब ने क्या यहूदी हो क्या यूनानी, क्या दास हो क्या स्वतंत्र, एक ही आत्मा के द्वारा एक देह होने के लिए बपतिस्मा लिया। പ്രിയമുള്ളവരെ, കർത്താവിന് അനേക ശരീരം ഇല്ല കേട്ടോ. प्रिय, प्रभु को अलग अलग शरीर नहीं है। ഇന്ന് നമ്മളെ കാണുന്ന പോലെ ഈ സംഘടനകളും കാര്യങ്ങളും ഒന്നും ദൈവപ്രവൃത്തി അല്ല. तो इसलिए आज हम लोग देखने वाले ये जो संगठनाएं हैं, ये सब प्रभु का कार्य नहीं है ഇത് ദൈവ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. बल्कि ये प्रभु का हृदय को दर्द देने वाला बात है। നിങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഞെട്ടലുണ്ടാകുന്നുണ്ടാവും. आप लोग को भी शायद ये सुनने के बाद आप लोग सोचते रहेंगे, घबराहट आएगा, കാരണം നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും സംഘടനയുടെ വക്താവായിരിക്കാം. क्योंकि आप लोग शायद कोई संगठन में जाते रहेंगे, നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സത്യത്തിൽ വളരാൻ കഴിയാത്തത്. जिसकी वजह से आप लोग कभी सच्चाई में बढ़ने को नहीं हो पाया। കാരണം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അതൊക്കെ സത്യമാണെങ്കിലും ഇന്നും യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ സത്യത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായും വന്നില്ലായിരുന്നു. तो नया जन्म पाया होगा, ये बात तो सच्चाई रहेगा, लेकिन उस उधार नया पाने के बाद और सच्चाई में बढ़ने के लिए उसका जो सच्चाई है उसमें बढ़ोतरी पाने का अवस्था आप में नहीं हुआ रहेगा। നിങ്ങൾക്ക് ചിന്തിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരുന്നില്ലേ, ഞാൻ എവിടെയോ പിന്നെ ഉടക്കി കിടക്കുകയാണല്ലോ, ബന്ധനത്തിലാണല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്കില്ലേ? क्या आप लोग का ऐसा कभी अनुभव हुआ है कि मैं इधर रहते समय में ऐसा लग रहा है कि मैं किधर दबा हुआ, किधर तो अटका हुआ हो, ऐसा अवस्था अनुभव आप लोग को आया है क्या? നിങ്ങൾ ചിലപ്പോൾ ഒരു നാമേത കൂട്ടത്തിൽ നിന്നും വന്ന് സംഘടനയിൽ ചേർന്നവരായിരിക്കും. आप लोग शायद एक नामधारी मसीह से उठकर फिर एक संगठन में आप लोग गए होंगे। ഇത് ഒരു ബന്ധനത്തിൽ നിന്ന് മറ്റൊരു ബന്ധനത്തിലേക്ക് നിങ്ങൾ പോകുകയും तो वास्तव में क्या हुआ, एक बंधन से दबकर छुटकर आया, फिर दूसरा बंधन में जाकर बस गया। ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ये वास्तव में समझना है, ഇത് ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം സംഘടനക്കാർക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല. क्योंकि मैं ये बोलते समय मैं जानता हूँ संगठन के लोगों को ये बात पसंद नहीं आएगा, ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നതെല്ലാം ദൈവവചനമാണ്. लेकिन मैं जो भी बोल रहा हूँ परमेश्वर का वचन कह रहा हूँ। ദൈവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യവചനം. ये प्रभु यीशु मसीह का सच्चा वचन है। നിങ്ങൾ കർത്താവിനാൽ സ്വതന്ത്രമാക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ നിലനിൽക്കണം. इसके लिए अगर प्रभु यीशु मसीह के द्वारा स्वतंत्रता तुमको मिला है तो उस स्वतंत्रता में बना रहे। ഞാൻ പറയുന്ന സാരം, तो मैं कहने का उद्देश्य है, ഇന്ന് ഇവിടെ എത്രയോ പേര് ആത്മാവിനെ പ്രാപിക്കാതെ ആത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയാതെ അവർ ബുദ്ധിയിലെ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത്. आज कितने लोग हैं आत्मा को ना प्राप्त करते हुए अपना बुद्धि और काबिलता में कार्य कर रहा है। ഏറ്റവും വലിയ കാര്യം കർത്താവിന്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ്. जिससे सबसे बड़ा बात यही है कि क्या पवित्र आत्मा तुम्हारे अंदर है कि नहीं। ഈ ആത്മാവ് നമുക്ക് എങ്ങനെ ലഭിക്കുന്നേ? ये आत्मा आपको कैसा मिलता है? അത് ഒരു പ്രവൃത്തിയാലുമല്ല, നിങ്ങൾ ഉപവസിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ അല്ല. പ്രിയമുള്ളവരെ, ആത്മ നിറവിന്റെ അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ അത് വേറെ വ്യത്യസ്തമായ കാര്യം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. तो इसके लिए वो आत्मा को पाने का विषय में बोला तो ये हमारा तपस्या या हम लोग उपवास करने का अवस्था की वजह से नहीं है, वो अलग वो बात है ही नहीं इसमें। हाँ, आत्मा से भरने का विषय आते समय में वो अलग बात है, उसका विषय मैं बताऊंगा। അത് നമുക്ക് തുടർമാനമായിട്ട് എല്ലാ ദിവസവും ആത്മനിറവിന്റെ അനുഭവം നമ്മൾ പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. तो आत्मा का भरने का विषय में बोला तो वो हमको प्रतिदिन आत्मा में भरना जरूरी है। ആത്മനിറവ് എന്നുള്ള വിഷയം നീക്കിയിട്ട് ബാക്കി പറയുന്ന വീണ്ടും ജനനം, ആത്മാവിന്റെ അച്ചാരം, ആത്മാവിന്റെ അഭിഷേകം, ആത്മസ്നാനം, ഇതെല്ലാം ഈ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ നമ്മൾ നടക്കുന്ന കാര്യമാണ്. तो इसलिए जो आत्मा में भरने का विषय वो अलग है, वो उद्धार पाने के बाद होने वाला बात है। लेकिन ये उद्धार पाते समय में अवस्था क्या होता है, हमारा नया जन्म होता है, हमें आत्मा का छाप मिलता है, आत्मा को बयाने में मिलता है, हमको अभिषेक मिलता है, आत्मा का बपतिस्मा मिलता है। ये सब एक ही टाइम में जब हम नया जन्म पाते हैं उसी समय में होने वाला बात है। നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. इस विषय में बहुत लोगों को शक या संदेह आएगा, मैं जानता हूँ। ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയുന്നു. इसलिए मैं आपको एकदम खुले मन से मैं कहना चाहता हूँ, നിങ്ങൾ ഈ കമന്റ്സ് ഒന്നും അയക്കാതെ എന്റെ ഫോൺ നമ്പറിൽ എന്നോട് ഫോൺ ചെയ്യുക. इसलिए आप लोग ज्यादा करके कमेंट्स ना लिखते हुए डायरेक्टली मेरा फोन नंबर वो उधर डिस्क्रिप्शन में लिखा है, उसमें वो फोन करके आप डायरेक्टली मुझे कॉल करो। ഞാൻ ആരുടെയും കമന്റ്സ് ഒന്നും നോക്കാറില്ല. क्योंकि मैं किसी का कमेंट्स देखता नहीं हूँ, കാരണം എനിക്ക് ആരുടെ അഭിപ്രായം ഒന്നും കേൾക്കണ്ട. क्योंकि मुझे किसी का वो लोग क्या सोचते हैं वो मैं नहीं जानना चाहता। എന്നാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം അതിനെ ഒന്നുകൂടെ വെളിപ്പെട്ട് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കുക 9881616777. വളരെ ഓർത്തിരിക്കാൻ എപ്പോഴും ഓർമ്മ വളരെ കിട്ടുന്ന ഒരു കാര്യമാണ്.
98861637 അവസാനം 777. എത്ര എളുപ്പമുള്ള നമ്പർ അറിയോ? तो इसके लिए अगर किसी को कोई भी संदेह हो, कुछ भी विषय में अगर आपको जानना है, तो आप लोग डायरेक्टली मुझे कॉल करें. डिस्क्रिप्शन में नंबर दिया है, लेकिन 9881616777 है ये फोन नंबर. एकदम आसानी से याद करने वाला नंबर है. നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞു തരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. आप लोगों को ये सच्चाई को और भी स्पष्ट रीति से बताकर देना मेरा आनंद की बात है. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ദേഹീയ രക്ഷയുടെ കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ആത്മാവിൽ നടക്കുന്ന അനുഭവം നമുക്ക് വേണം. इसलिए अगर सच्ची में प्राण का उद्धार के विषय में बढ़ोतरी पाना है, आगे बढ़ना है, तो आत्मा का अनुभव, आत्मा का उद्धार और आत्मा में हमारे अंदर चलने वाला सब बातें, ये बात जानना जरूरी है. ആത്മാവിനെ എങ്ങനെ പ്രാപിച്ചത്? आत्मा को कैसा प्राप्त किया? 1-2 വാക്യോടെ വേഗം വായിച്ചേക്കാം. एक दो वाक्य फटाक से पढ़ेंगे. ഗലാത്യർ 3:2. गलातियों का पुस्तक 3:2, गलेशियंस 3:2. ഇവിടെ ഒരു ചോദ്യമാണ്. इधर एक सवाल है. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണം. हाँ, ये सवाल का जवाब आप देना. सवाल पढ़ेंगे. मैं तुमसे केवल ये जानना चाहता हूँ कि तुमने आत्मा को क्या व्यवस्था के कामों से या विश्वास के समाचार से पाया? हाँ, ये आप लोग जवाब देना है. അപ്പൊ നിങ്ങൾ അതിന് ഉത്തരം പറയണം. आप लोग जवाब देना. നിങ്ങൾ ഏതെങ്കിലും വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് നല്ല ജീവിതം നയിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണോ ആത്മാവ്? क्या आप लोगों ने कुछ व्यवस्था का पालन करके, अच्छा कर्म करके, करने के द्वारा आपको आत्मा मिला है क्या? നിങ്ങൾ ഒരു 7 ദിവസം 14 ദിവസം 21 ദിവസം 40 ദിവസം ഒക്കെ ഉപവസിച്ചിട്ടാണോ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത്? क्या आप लोगों ने 1 दिन 14 दिन 21 दिन उपवास करके आप लोग आत्मा प्राप्त किए क्या? ഇതാ പൗലോസേ നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്. यही बात पौलुस आपसे जानना चाहता है. ഞാനും അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. मैं भी आपसे वही पूछ रहा हूँ. നമുക്ക് ഇന്നത്തെ തലമുറയിൽ ഇപ്പൊ പൗലോസിനെ വന്ന് ചോദിക്കില്ല. ഞാൻ അതുകൊണ്ട് തനിക്ക് വേണ്ടിയുള്ള നിങ്ങളോട് ചോദിക്കുക. अब आज का ये पीढ़ी में पौलुस तो आके पूछ नहीं सकता, लेकिन ये सवाल जो उस दिनों में गलतियों में पूछा, वो सवाल में आप लोग को अभी पूछ रहा हूँ. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിലാണോ അവനെ പ്രാപിച്ചത്? आपने आत्मा कैसा प्राप्त किया? व्यवस्था का कुछ कार्य की वजह से या विश्वास के सुनाई की वजह से? എനിക്കറിയാം നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് പറയും ഞങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടില്ല. तो अगर आप सच्ची में नया जन्म पाए हो, विश्वासी है, तो उद्धार पाए, तो आपका जवाब यही रहेगा कि विश्वास का सुनाई की वजह से हुआ है. അത് തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ. वही तो प्रभु का वचन का व्यवस्था भी है. നമ്മൾ അതിന്റെ തന്നെ 14 വാക്യം വായിച്ചു. उसी का 14 भी हम पढ़ेंगे. गलातियंस 3:14. ഇവിടെ നമ്മൾ നോക്കണം, ഇത് നമുക്ക് വളരെ വലിയ വാഗ്ദത്തമായി ലഭിച്ചൊരു കാര്യമാണ്. ആ വാഗ്ദത്തം പോലെ എങ്ങനെയാണ്? 14 വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. इसलिए हुआ कि अब्राहम की आशीष मसीह यीशु में अन्य जातियों तक पहुँचे और हम विश्वास के द्वारा उस आत्मा को प्राप्त करें जिसकी प्रतिज्ञा हुई है. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വാഗ്ദത്വം പോലും വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നു. तो यहाँ तक कि प्रभु का जो भी प्रतिज्ञाएं है, वो प्रतिज्ञाएं भी विश्वास करने वाले लोगों को मिलेगा. നമ്മള് അപ്പോസ്തലന്മാരെല്ലാം വിശ്വസിച്ച് പ്രാപിച്ചവരാ. क्योंकि प्रेरित लोग सब विश्वास करके प्राप्त किए हुए लोग. അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്നിട്ടുള്ള ആത്മപ്രാവണം മുഴുവനും വിശ്വാസത്താലാണ്. और प्रेरितों के समय में आत्मा का प्रेरणा का कार्य जो भी हुआ है, वो सब विश्वास के द्वारा हुआ है. നമുക്കറിയാം പത്രോസിന്റെ ഒരു സാക്ഷ്യം കേട്ടു. अब पतरस का एक गवाही हम देखते हैं. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് താൻ പറയുകയാണ്. कोर्नेलियुस के घर में जो घटना हुआ, वो घटने को देखकर पतरस गवाही देता है. അവിടെയുള്ളവർ എങ്ങനെയാ ആത്മാവിനെ പ്രാപിച്ചേ? उधर के लोग कैसा उन लोग ने आत्मा को प्राप्त किया? അപ്പോസ്തലപ്രവൃത്തി 11 അധ്യായം 17 വാക്യം നമ്മൾ ശ്രദ്ധിച്ചേ. प्रेरितों का कार्य 11 का 17 में हम पढ़ते हैं. Acts 11:17. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാ, യേശുവിനല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ. നോക്കണം, അവിടെ എല്ലാം ശ്രദ്ധിച്ചോണം. उधर ध्यान से पढ़ते समय देखना, उधर यीशु पर नहीं, प्रभु यीशु मसीह पर विश्वास करके पाया करके हम देखते हैं. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ. അപ്പോൾ അവര് ശിഷ്യന്മാരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചേ, യേശുവിലല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ നോക്കും. അപ്പം അവരും എന്ത് ചെയ്തു? അവരും വിശ്വസിച്ചു. നോക്കണം, അവരും വിശ്വസിച്ചു, അവർക്കും ലഭിച്ചു. पढ़ेगा 17. जब परमेश्वर ने उन्हें भी वही दान दिया जो हमें प्रभु यीशु मसीह पर विश्वास करने से मिला था. विश्वास करने से मिला था. हमें भी मिला, मतलब प्रेरितों के कार्य, प्रेरितों के लोगों को उस दिनों में जब विश्वास करने से मिला था, वैसा सेम कोर्नेलियुस और उसके भवन के लोगों को विश्वास करने की वजह से वो मिला. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. इसलिए हमें ये सही रीति स्पष्टता से समझना है. അപ്പോൾ നമ്മൾ ആത്മാവിനെ പ്രാപിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സത്യവചനം ജനങ്ങൾ കൊടുക്കുമ്പോൾ ആ
വചനം അവരിൽ ക്രിയ ചെയ്യുകയും ആ വചനം കേൾക്കുന്ന ആ വ്യക്തികൾക്ക് ദൈവം മാനസാന്തരം കൊടുക്കുന്നു. ദൈവമാണ് ഈ വിശ്വാസത്തെ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവര് കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു. तो हम लोग जब लोगों को सुसमाचार जब बांटते समय में सुनने वाले लोगों के अंदर वचन कार्य करके क्या होता है, परमेश्वर है, प्रभु है जो उनको मन फिरावट देता है, प्रभु है जो उनके अंदर विश्वास उत्पन्न करता है. वो विश्वास उत्पन्न करने की वजह से ये लोग ये यीशु को प्रभु करके अंगीकार करके स्वीकार करने की वजह से नया जन्म का अनुभव उनके अंदर होता है. ഇവിടെ നമ്മൾ യഥാർത്ഥമായിട്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. इसलिए हे प्रिय, हम अपने आप को समर्पण करें कि एक सच्चा मसीही बनकर जी सके. നമ്മുടെ കർത്താവ് നമ്മളിൽ കർത്തൃത്വം നടത്തട്ടെ. हमारा प्रभु हमारे अंदर प्रभुत्व करने दो. അവിടുന്ന് എപ്പോഴും നമ്മുടെ കർത്താവായിരിക്കട്ടെ. वो ही हमारा प्रभु बने रहने दो. അവിടുന്ന് നമ്മൾ പണ്ട് ഉൾക്കോട്ടിൽ പിറന്ന് ആ യെരുശലേം തിരുവീതിയിലൂടെയൊക്കെ നടന്ന് സുവിശേഷം അറിയിച്ച വെറും യേശുവായിട്ടല്ല, ഇന്ന് മഹത്വത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ മഹത്വാനായ കർത്താവ് അവിടെ മാത്രമല്ല, എന്നോടുകൂടെ എൻ്റെ ആത്മാവിലുള്ളത് കണ്ടുകൊണ്ട് എന്നോട് കൂടെ വസിക്കുന്ന അവിടുന്ന് വെറും യേശുവല്ല, കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് മനസ്സിലാക്കി കർത്താവിന് മഹത്വം കൊടുത്ത് ജീവിപ്പാൻ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. इसलिए वो यीशु नहीं जो इस दुनिया में जीते समय में जो दुनिया में था, गलीलियों में चला, लोगों को सुसमाचार बांटा, वो यीशु अभी क्या हुआ, बल्कि वो स्वर्गीय स्थानों में बिठाया गया, अधिकार सारा अधिकार पाया हुआ वो यीशु अभी स्वर्ग में ही नहीं, बल्कि वो अभी प्रभु और यीशु का मसीह का अधिकार है, वो मेरे अंदर विराजमान होकर मेरा प्रभु है, मेरा अधिकारी है करके ये बात को जानते हुए उनको प्रभुत्व पूरा रीति में हम लोग देकर समर्पण करते हुए एक सच्चा विश्वासी के स्वरूप जीने के लिए प्रभु सबको सहायता करे. എനിക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിലും സമയം നോക്കിയാൽ നിർത്തുകയാണ്. उनको बोलने के लिए तो बहुत कुछ है, लेकिन समय कार्य में रोक रहा हूँ. ദൈവമക്കളെ വഞ്ചിക്കപ്പെടരുത്. इसलिए हे प्रभु के लोगों, धोखा ना खाओ. കർത്താവ് ഈ വചനങ്ങളാൽ ധാരാളമായി ഒരു യഥാർത്ഥ വിജയ ജീവിതം, ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം, ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. इसके लिए प्रभु यीशु मसीह का ये जीवन में अनुभव में बने रहने के लिए, एक सच्चा फलवंत विश्वासी होकर जीने के लिए, सच्चा प्रभु का आशीष पाकर एक सच्चा विश्वासी के अनुभव में उस बातों में सदा के लिए जीने के लिए, वचन के सच्चाई में जीने के लिए प्रभु का अनुग्रह सब में बना रहे. प्रेज़ लॉर्ड.